Yes. All right. So നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസം സ്റ്റോപ്പ് ചെയ്ത പോയിന്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. യൂണിറ്റ് മെഷർമെന്റ്സിൽ നമ്മൾ യൂണിറ്റ് മെഷർമെന്റ്സ് കഴിഞ്ഞു. മോഷൻ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ നമ്പർ 21 മൊഡ്യൂൾ 1 ക്വസ്റ്റ്യൻ നമ്പർ 21 വരെ ചെയ്തിട്ടുണ്ട്. സോ അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ബാക്കി ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതിൽ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാ പെട്ടെന്ന് പറഞ്ഞോ. ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്, നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്. യെസ്, ഓഫ് കോഴ്സ് 22, ക്വസ്റ്റ്യൻ നമ്പർ 22. പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 22. പെട്ടെന്ന് വായിക്കി എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യും. A car accelerates from rest at a constant rate alpha for some time, after which it decelerates at a constant rate beta and comes to rest. If the total time elapsed is t, then the maximum velocity acquired by the car is. So ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഒരു ഒബ്ജക്റ്റ് ആദ്യം ഇത്ര വെലോസിറ്റി പോകുന്നു, പിന്നെ അത് ആക്സിലറേറ്റ് ചെയ്യുന്നു, പിന്നെ അത് റെസ്റ്റിലാവുന്നു, അല്ലെങ്കിൽ പിന്നെ അത് ഡിസിലറേറ്റ് ചെയ്യുന്നു, പിന്നെ സ്റ്റോപ്പായി, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് സ്റ്റേറ്റ്മെന്റ് വൈസ് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആ തന്നിട്ടുള്ള ഇൻഫർമേഷനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ. പെട്ടെന്ന് ചോദിക്കുന്നുണ്ട് ഓപ്ഷൻ ഡി ആണോ എന്ന്. ഐ എം നോട്ട് ഷുവർ. ഓപ്ഷൻ ഡി ആണോ സംശയമുണ്ട്, എനിക്ക് ഉറപ്പില്ല. ചെയ്ത് നോക്കുക തന്നെ വേണം. ഓക്കെ, സോ യെസ്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആ പറഞ്ഞുള്ള ഡാറ്റ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ആ തന്നിട്ടുള്ള ഇൻഫർമേഷനെ ഒരു ഗ്രാഫിലേക്ക് മാറ്റും. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്തിനാണ്? ബേസിക്കലി ഡാറ്റ കൂടുതൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സോ യൂഷ്വലി നമ്മൾ ചെയ്യുന്നപ്പോൾ നമുക്കറിയാം പൊസിഷൻ ടൈം ഗ്രാഫ് ഉണ്ട്, വെലോസിറ്റി ടൈം ഗ്രാഫ് ഉണ്ട്, ആക്സലറേഷൻ ടൈം ഗ്രാഫ് ഉണ്ട്. സോ ഇതിൽ പൊസിഷൻ ടൈം ഗ്രാഫ് ആണെങ്കിൽ നമുക്ക് പൊസിഷൻ അറിയാം, ടൈം അറിയാം, സ്ലോപ്പ് എടുത്ത വെലോസിറ്റി കിട്ടും. ആക്സലറേഷൻ ടൈം ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്താ പറയുക, ആക്സലറേഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഏത് പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന്. ആക്സലറേഷൻ ടൈം ഗ്രാഫ് ആണെങ്കിൽ അവിടെ ആക്സലറേഷൻ അറിയാം, ടൈം അറിയാം, അതിന്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി കിട്ടും. പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. സോ ഡിസ്പ്ലേസ്മെന്റും നമുക്ക് വേണം, ആക്സലറേഷനും വേണം, വെലോസിറ്റിയും വേണം, ടൈമും വേണം. സോ ഈ 4 ക്വാണ്ടിറ്റീസും നമുക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ബെസ്റ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. കാരണം വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആണെങ്കിൽ അത് ആക്സലറേഷൻ ആണ്, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ ആണെങ്കിൽ അത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ യൂഷ്വലി നമ്മൾ ആദ്യം ട്രൈ ചെയ്യുന്ന ഗ്രാഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ആയിരിക്കും. അതിന് കാരണം വേറെ ഒന്നുമില്ല, വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റിലേക്കോ ആക്സലറേഷനിലേക്കോ പോകാൻ എളുപ്പമാണ്. സോ തന്നിട്ടുള്ള പോയിന്റ്സ്: കാർ ആക്സലറേറ്റ്സ് ഫ്രം റെസ്റ്റ്. റെസ്റ്റ് മീൻസ് ഇനീഷ്യൽ വെലോസിറ്റി ഇസ് ഈക്വൽ ടു 0. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെലോസിറ്റി 0 ആണ്. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞുള്ള അറ്റ് എ കോൺസ്റ്റന്റ് റേറ്റ് ആൽഫ ഫോർ സം ടൈം. സോ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആണ് ആൽഫ എന്ന് പറയുന്നത്. സോ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആക്സിലറേറ്റ് ചെയ്യുന്നു. ഇതിന്റെ സ്ലോപ്പ് ആണ് ആൽഫ. അങ്ങനെ ഫോർ സം ടൈം, അത് എത്രയാണെന്ന് നമുക്ക് അറിയില്ല. ഇനി പറഞ്ഞുള്ളത് ആഫ്റ്റർ വിച്ച് ഇറ്റ് ഡിസിലറേറ്റ്സ്. സോ അതൊരു പോയിന്റിലെത്തി, അല്ലെങ്കിൽ ഒരു വെലോസിറ്റിയിലെത്തി, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ബ്രേക്ക് ചെയ്യാണ് കാർ, അഥവാ ഡിസിലറേറ്റ് ചെയ്യുന്നു അറ്റ് കോൺസ്റ്റന്റ് റേറ്റ് ബീറ്റ. സോ ഈ കാണുന്ന സാധനത്തിന്റെ വെലോസിറ്റി കുറഞ്ഞു വരും ആൻഡ് കംസ് ടു റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫൈനലി വെലോസിറ്റി വീണ്ടും 0 ആണ്. ഈ കാണുന്ന ഭാഗത്തിന്റെ സ്ലോപ്പ് നെഗറ്റീവ് ആണ്, അഥവാ അത് ഡിസിലറേറ്റ് ചെയ്യുന്ന ആക്സലറേഷൻ നെഗറ്റീവ് ആണെന്ന് പറയാം, റിട്ടാർഡേഷൻ ആണ്. ഇനി പറഞ്ഞിട്ടുള്ളത് ടോട്ടൽ ടൈം എലാപ്സ്ഡ്. ഇത് ടൈമിലുള്ള ഗ്രാഫാണ്. നമ്മളോട് പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ ഈ ടോട്ടൽ ടൈം ടി ആണെന്ന് തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ മാക്സിമം വെലോസിറ്റി അക്വേർഡ് ബൈ ദ കാർ ഈസ്. ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എവിടെയാണ് വെലോസിറ്റി ഏറ്റവും മാക്സിമം ആയിട്ടുള്ള പോയിന്റ്. അത് ഈ കാണുന്ന പോയിന്റ് ആണ്. ദിസ് ഈസ് ദ വെലോസിറ്റി മാക്സിമം പോയിന്റ്. സോ ആ പോയിന്റിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ആ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അവിടെ നമുക്ക് എഴുതാവുന്ന ചില ഇൻഫർമേഷൻസ്, ചില കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാത്? ഈ കാണുന്ന ആക്സിലറേറ്റ് ചെയ്യുന്ന ടൈം ഡ്യൂറേഷൻ ലെറ്റ്സ് സേ T1 ഇത് T2 ആണെങ്കിൽ, അത് T1 അത് T2 ആണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ യൂണിഫോം ആക്സലറേഷൻ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത് ആൽഫ ആക്സലറേഷനിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ ആ മാക്സിമത്തിൽ നിന്ന് പിന്നെ ഡിസിലറേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ അപ്ലൈ ചെയ്യാം. അതല്ലാണ്ട് ത്രൂ ഔട്ട് ടോട്ടൽ ടൈം ടിയിൽ ഇക്വേഷൻ ഓഫ് മോഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം ത്രൂ ഔട്ട് അതിന്റെ ആക്സലറേഷൻ കോൺസ്റ്റന്റ് അല്ല. സോ ഫസ്റ്റ് പാർട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി 0, ഫൈനൽ വെലോസിറ്റി ആണ് വി മാക്സ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ക്വാണ്ടിറ്റി, വി മാക്സ്. ആൻഡ് പിന്നെ തന്നിട്ടുള്ള ഇൻഫർമേഷൻ ടൈം ടേക്കൺ ഈസ് T1. സോ വി ഈക്വൽ ടു യു പ്ലസ് 80 എന്ന് പറയുന്ന ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ യു പ്ലസ് 80 ഒരു ഇൻഫർമേഷൻ കൂടെ ഉണ്ട്, ആക്സിലറേഷൻ ഈസ് ആൽഫ. വി ഈക്വൽ ടു യു പ്ലസ് 80 എന്ന് പറഞ്ഞ ഇൻഫർമേഷനിൽ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ വി മാക്സ് ഈസ് ഈക്വൽ ടു 0 പ്ലസ് ആൽഫ
t1 അഥവാ Vmax is equal to alpha t1. That is one condition. Next, ഇതേ സിറ്റുവേഷൻ നമ്മൾ അടുത്ത പാർട്ടിൽ അപ്ലൈ ചെയ്യുന്നു. സെക്കൻഡ് പാർട്ട്, രണ്ടാമത്തെ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 അല്ല. നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് Vmaxൽ നിന്നാണ്. സോ ദ ഇനീഷ്യൽ വെലോസിറ്റി is Vmax and the final velocity is 0. Acceleration is actually minus beta. സ്ലോപ്പിന്റെ അതായത് അവിടെ നെഗറ്റീവ് ആണ്, ആ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ബീറ്റ. And time taken is t2. Okay. So അവിടെ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ v equal to u plus at അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 is equal to Vmax minus beta t2. Okay, that means Vmax is equal to beta t2. That is equation number 2. So ഈ കാണുന്ന equation number 1 and 2, from 1 and 2 we can say that രണ്ടും Vmax ന്റെ equation ആണ്. Alpha t1 is equal to beta t2, and we know that what is t1 plus t2? t1 plus t2 എന്ന് പറഞ്ഞ ടോട്ടൽ ടൈം ആണ് t. ഓക്കെ, സോ ഈ കാണുന്ന സംഭവങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അഥവാ നമുക്ക് ഇപ്പൊ t1 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, t1 is equal to t1 കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ t2 is equal to t minus t1. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ alpha t1 is equal to beta into, instead of t2 you substitute t minus t1. That means alpha t1 is equal to beta t minus beta t1. ആ ബീറ്റ t1 ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ t1 into alpha plus beta is equal to beta t. ഇവിടെ നമുക്ക് t1 is equal to കിട്ടും, t1 is equal to beta t by alpha plus beta. അതൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താ? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് t1 t2 കണ്ടുപിടിക്കാനല്ല, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് Vmax ആണ്. Vmaxന് നമ്മൾ ചെയ്തിട്ടുള്ള നോക്കിയ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ Vmax നമ്മുടെ കയ്യിൽ രണ്ട് ഇക്വേഷൻ ഉണ്ട്. രണ്ട് ഇക്വേഷൻ Vmax ഉണ്ട്. ഏതൊക്കെയാ? Vmax equal to alpha t1, Vmax equal to beta t1. സോ alpha t1 എന്ന് പറയുന്ന ഇക്വേഷനിൽ t1 എന്ന് പറയുന്നത് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ആൽഫ ഇൻറ്റു ബീറ്റ ടി ഡിവൈഡഡ് ബൈ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞ ആൻസർ എന്ത് കിട്ടി നമുക്ക്?
Rashid sir. Rashid sir. Can you guys hear me now? All right. So നോക്കാം. Fine. So screen കാണാൻ പറ്റുന്നുണ്ടോ? Okay. Hello, sir. Some disconnection ആയി പോയി. അതില് ഇപ്പൊ ഞാൻ പുതിയൊരു ഐഡിയിൽ വന്നിട്ടുണ്ട്. അതിന് ഹോസ്റ്റ് കൊടുക്കണം നിങ്ങൾ. എന്നാലും എനിക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റും. ഞാനത് എങ്ങനെ കൊടുക്കുന്നത്? എനിക്ക് ഇവിടുന്ന് അതിന്റെ ഓപ്ഷൻസ് കാണുന്നില്ല. ഞാൻ നോക്കട്ടെ. രണ്ടെണ്ണം കേറി കിടക്കണ്ടല്ലോ സാറേ. അതന്നെ, അതിൽ ഒരാളെ ഹോസ്റ്റ് ഉള്ളൂ അല്ലേ? ഞാൻ ആക്കിത്തരാം. അത് എവിടുന്ന ഹോസ്റ്റ് ആക്കുന്ന ഓപ്ഷൻ ഞാൻ കാണുന്നില്ല, അതാ ചോദിക്കുന്നത്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ ഫൈൻ ശരി. ഓക്കെ അല്ലേ സർ? റെഡി. സ്ക്രീന് കാണാൻ പറ്റുന്നില്ലടാ? യെസ് ഓക്കെ. സോ നമ്മൾ പറഞ്ഞു നിർത്തിയ പോയിന്റ് ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാറുള്ള ഒരു പോയിന്റ് ആണ്. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച മാക്സിമം വെലോസിറ്റി ആണെങ്കിൽ ചോദിക്കാറുള്ള സാധനം വാട്ട് ഇസ് എ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, സോ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? സോ ബേസിക്കലി നമ്മളിപ്പോ ഈ ഗ്രാഫ് നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് ആ ഗ്രാഫിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. സോ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ്. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഏരിയ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഐ തിങ്ക് ഈ പറയുന്ന ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷനും ആക്ച്വലി നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 22 ഒരു ഓപ്ഷൻ ആയിട്ട് കിടപ്പുണ്ടെന്ന് സംശയമുണ്ടോ? ഉറപ്പില്ല, നോക്കണം. സോ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോ ഈ ഏരിയ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ അതിനെ രണ്ട് പാർട്ടായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് കൺസിഡർ. രണ്ട് ട്രയാങ്കിൾ വേണ്ട, എന്ത് മതി? ഒരു സിംഗിൾ ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിന്റെ ഹൈറ്റ് നമുക്കറിയാം. സോ ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് BH. ബേസ് എത്രയാണ്? ബേസ് T ആണ്. What is the height ആണ് Vmax. ആ Vmaxന്റെ വാല്യൂ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് സോ ദിസ് ഈസ് ഹാഫ് ഇൻറ്റു T ഇൻറ്റു ആൽഫ ബീറ്റ T ഡിവൈഡഡ് ബൈ ആൽഫ പ്ലസ് ബീറ്റ. സോ ദ ആൻസർ ഈസ് ആൽഫ ബീറ്റ T സ്ക്വയർ ബൈ 2 ടൈംസ് ആൽഫ പ്ലസ് ബീറ്റ. അങ്ങനെ ഓപ്ഷൻ ക്വസ്റ്റ്യനിൽ ഇല്ല. ഓക്കെ, സോ ദാറ്റ്സ് ഡിഫറെന്റ്. സോ സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണുള്ളത്. സോ അങ്ങനെയും ഡിസ്പ്ലേസ്മെന്റ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ഓക്കെ, സോ ഈ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഓൾറെഡി നമ്മൾ Vmax കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് മാത്രമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആദ്യം നമുക്ക് Vmaxോ അല്ലെങ്കിൽ T1 T2 സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അത് നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും എന്ന് മാത്രം. ഓൾറൈറ്റ്, സോ ക്വസ്റ്റ്യൻ നമ്പർ 22 ആൻസർ ഓക്കെ ആണ്. പിന്നെ ചെയ്യേണ്ടത് ഏതാ? 23 ചെയ്യണോ? ക്വസ്റ്റ്യൻ നമ്പർ 23
27 എന്ന് പറയുന്നുണ്ട്. 23 ഒക്കെ ആൻസർ ഐ തിങ്ക് ഇറ്റ്സ് വെരി ഈസി. ദി ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഓഫ് മൂവിംഗ് പാർട്ടിക്കിൾ ഈസ് ഷോൺ ബിലോ. The instantaneous velocity of the particle is negative at a point. Negative means position, displacement, time graph ആണ്, slope ആണ്, velocity. So slope negative ഉള്ള പാർട്ട് അതിൽ E എന്ന് പറയുന്ന പോയിന്റ് ആണ്. That means option. So പിന്നെ ചെയ്യേണ്ടത് യെസ് correct. യെസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ 24, 25, 27 ഒന്ന് രണ്ട് പേര് പറയുന്നത്. സോ നമുക്ക് 27ലേക്ക് പോവാം. Alright. So 27. Question വായിക്കുക എല്ലാവരും. If a ball is thrown vertically upwards with a speed u, the distance covered during the last t seconds of its ascent is. Last t seconds of its ascent. Yes. Vertically throwing upward and free fall എന്ന് പറയുന്ന ഭാഗം നമുക്ക് ചില പ്രത്യേകതകളുണ്ട് ആ ഒരു സിറ്റുവേഷൻ. സോ ആ പ്രത്യേകതകൾ അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാം. നിങ്ങൾ ബോർഡിൽ നോക്ക്. ക്വസ്റ്റ്യൻ, ഒരു ഒബ്ജക്റ്റ് വെർട്ടിക്കലി അപ്വേർഡ് ആണ്. നമ്മൾ വരയ്ക്കുമ്പോൾ മുകളിൽ പോയിട്ട് വേറെ പാത്തിലൂടെ വരുന്ന പോലെയാണ് വേണ്ടത്. പക്ഷേ ഇറ്റ്സ് ഗോയിങ് അപ്വേർഡ് ആൻഡ് കമ്മിങ് ഡൗൺവേർഡ് ഇൻ ദ സെയിം പാത്ത്. ഒരേ ലൈനിൽ മുകളിൽ പോയിട്ട് തിരിച്ചു വരും. അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി ലെറ്റ്സ് സേ ഇറ്റ്സ് 30 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ഗ്രാവിറ്റി താഴേക്കുണ്ട്. സോ അതിൽ നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് പോയിന്റ്സ്. വാട്ട് ഈസ് എ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ്? വാട്ട് ഈസ് എ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ്? മാക്സിമം അത് റീച്ച് ചെയ്യുന്ന ഹൈറ്റ് എത്രയാണ്? മാക്സിമം ഹൈറ്റിന്റെ ഫോർമുല, maximum height is equal to vertically throwing upward on it, u square by 2g. So this is 30 square divided by 2 into 10. That is 900 by 20 or 90 by 2. It's 45 meter. 45 meter ആണ് travel ചെയ്യുക. So 45 meter height വരെയാണ് എത്തുക. And what is its time of flight? Time of flight, vertically throwing upward in the case, time of flight t is equal to 2u by g. This is equal to 2 into 30 divided by 10, that is 6 seconds. Well, then school like പഠിച്ചിട്ടുണ്ടാവും. Time of ascent is equal to air resistance and negligible ആണ്. Time of ascent is equal to time of descent. എന്ന് പറഞ്ഞാൽ ടോട്ടൽ 6 സെക്കൻഡ്സ് ആണെങ്കിൽ ടൈം ടു റീച്ച് ദ മാക്സിമം ഹൈറ്റ് 3 സെക്കൻഡ്സ് ആണ്. ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത 2u by g. അതിൽ അപ്വേർഡ് u by g, ഡൗൺവേർഡ് u by g. സോ ടോട്ടൽ 2u by g 6 സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ 3 സെക്കൻഡ്സ് ആണ് മാക്സിമം ഹൈറ്റ് വരെ എത്താനുള്ളത്. u is not given. u അല്ലടാ 30 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുള്ളത്. റോബിൻ, u അല്ലേ 30 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. അമൽ ചോദിക്കുന്നത് ക്ലാസ് ഇന്നാണ് തുടങ്ങിയത്. ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യേണ്ടത് കോച്ചിന്റെ ആയിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഒരു ഗ്രൂപ്പ് ഉണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ചോദിച്ചാലും മതി. കോച്ചിന്റെ കോർഡിനേറ്റർ ശ്രീജ് സാർ ആണ് അയച്ചു തരാം. നിങ്ങൾ അവിടെ കളക്ട് ചെയ്താണ് കോച്ചിന്റെ ആയിട്ട് ഡിസ്കസ് ചെയ്താൽ ഇപ്പൊ തന്നെ വാട്സാപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തു തരും. ഓക്കെ, റഷീദ് സാർ കേൾക്കുന്നുണ്ടോ? ഒരാള് മെറ്റീരിയൽ ചോദിക്കുന്നുണ്ട്. മെറ്റീരിയൽ നമ്മൾ ഓൾറെഡി അവരുടെ ഫൈൻ. അവൻ പുതിയതാണെന്ന് പറയുന്നു, ഫസ്റ്റ് ക്ലാസ് ആണെന്ന് പറയുന്നു. എനിവേ, സോ ഓക്കെ, അമൽ മുഹമ്മദ്. ഓക്കെ. സോ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. സോ ടൈം ഓഫ് അസെന്റ്, ടൈം ഓഫ് ഡിസെന്റ് സെയിം ആണ്. സോ പറഞ്ഞു വരുന്ന പോയിന്റ്, ടോട്ടൽ 6 സെക്കൻഡ്സ് ആണെങ്കിൽ മുകളിലേക്ക് എത്താൻ 3 സെക്കൻഡ്സ്, താഴേക്ക് വരാൻ 3 സെക്കൻഡ്സ്. ശ്രദ്ധിക്കും, താഴേക്ക് വരാൻ 3 സെക്കൻഡ്സ്. ഈ താഴേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കമ്മിങ് ഫ്രം ദ ടോപ്പ് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ അത് ഹയസ്റ്റ് പോയിന്റ് അതിന്റെ വെലോസിറ്റി 0 ആണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ നിന്ന് അത് താഴേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ആ ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫ്രീ ഫാൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. ടോട്ടൽ അത് എടുക്കുന്ന ടൈം 3 സെക്കൻഡ്സ് ആണ്. ഓക്കെ, സോ 3 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് തന്നെയാണ് 45. അതിൽ ഫസ്റ്റ് സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്നത് 1 സെക്കൻഡ് കൊണ്ട് 5 മീറ്റർ വരും. അടുത്ത 1 സെക്കൻഡ് കൊണ്ട് വീണ്ടും പിന്നെ വരുന്നത് 15 മീറ്റർ ആണ്. അടുത്ത 1 സെക്കൻഡ് കൊണ്ട് വരുന്നത് 25 മീറ്റർ ആണ്. ഈ റേഷ്യോ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. 5:15:25 or 1:3:5. ഇനി
ടോട്ടൽ 6 സെക്കൻഡ്സ് 3 സെക്കൻഡ് ആണ് അപ്വേർഡ്, 3 സെക്കൻഡ് ആണ് ഡൗൺവേർഡ് എങ്കിൽ മുകളിലേക്ക് ഒരു സെക്കൻഡിൽ വരുന്നത് 25, അടുത്ത ഒരു സെക്കൻഡ് വരുന്നത് ഇറ്റ് വിൽ ബി 15 ആൻഡ് ലാസ്റ്റ് 1 സെക്കൻഡിൽ വരുന്നത് ഇറ്റ് വിൽ ബി 5. ഞാൻ 27 ആൻസർ സി അല്ലേ? യെസ്, കറക്റ്റ് ആണ്. 27 ആൻസർ സി ആണ്. സോ ഞാൻ തന്ന ഈ എക്സാമ്പിൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഒബ്ജക്റ്റ് നമ്മൾ എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അത് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് സ്പീഡ് കുറഞ്ഞു വരും. ഹയസ്റ്റ് പോയിന്റ് എത്തുമ്പോൾ സ്പീഡ് 0 ആവും. പിന്നെ അത് താഴേക്ക് വരുന്നതനുസരിച്ച് സ്പീഡ് കൂടി വരും. സോ അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും ഓരോ സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും അതേ രീതിയിലാണ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ ആദ്യത്തെ ഇപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് 1 സെക്കൻഡിൽ 25 മീറ്റർ മുകളിലേക്ക്, അടുത്ത ഒരു സെക്കൻഡിൽ 15 മീറ്റർ മുകളിലേക്ക്, അടുത്ത ഒരു സെക്കൻഡിൽ 5 മീറ്റർ മുകളിലേക്ക്, അവിടെ എത്തുമ്പോഴേക്ക് വെലോസിറ്റി 0 ആയി. പിന്നത്തെ ഒരു സെക്കൻഡിൽ 5 മീറ്റർ താഴേക്ക്, പിന്നെ 15 മീറ്റർ താഴേക്ക്, പിന്നെ 25 മീറ്റർ താഴേക്ക്, താഴെ അത് തിരിച്ചെത്തും. സോ മുകളിലേക്കുള്ളതും താഴേക്കുള്ള ട്രാവൽ, അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും ഒരു കോംപ്ലിമെന്റ് പോലെയാണ് ഉണ്ടാവുക. ഓക്കെ, സോ ഇവിടുന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ മുകളിലേക്ക് കുത്തനെ എറിഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് വിത്ത് സ്പീഡ് യു സ്പീഡിലാണ് മുകളിലേക്ക് നമ്മൾ എറിഞ്ഞിട്ടുള്ളത്. ഡിസ്റ്റൻസ് കവേർഡ് ഡ്യൂറിംഗ് ദ ലാസ്റ്റ് ടി സെക്കൻഡ് ഓഫ് ഹിസ് അസെന്റ്. ലെറ്റ്സ് സേ ഈ കാണുന്ന അസെന്റിലെ ലാസ്റ്റ് ടി സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി അത് എന്ത് തന്നെയാണ്, അത് തിരിച്ചു വരുമ്പോൾ ഡിസെന്റിലെ ആദ്യത്തെ ടി സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്നത് സെയിം ആണ്. സോ അപ്പൊ ഡിസെന്റിന്റെ കേസിൽ നമുക്ക് യു ഈക്വൽ ടു 0 എന്ന് പറയാം. സോ ടി സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ കൊടുത്താൽ എസ് ഈക്വൽ ടു ഹാഫ് ഇനീഷ്യൽ വെലോസിറ്റി ഹാഫ് ജി ടി സ്ക്വയർ. എന്ന് വെച്ചാൽ ഈ കാണുന്ന ഡിസ്റ്റൻസ് ടി ടൈമിൽ ഉള്ളത് ഹാഫ് ജി ടി സ്ക്വയർ ആണെങ്കിൽ മുകളിലേക്കുള്ള അവസാനത്തെ ടി സെക്കൻഡിലും അത് എന്ത് തന്നെയാണ്, ഹാഫ് ജി ടി സ്ക്വയർ ആണ്. ഓക്കെ, സോ ആ ഒരു ഐഡിയ യൂസ് ചെയ്താണ് അത് ചെയ്യുക. പിന്നെ അതിന്റെ പ്രോപ്പർ അതായത് നമ്മുടെ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് ടോട്ടൽ ടൈം ഓഫ് അസെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ടൈം ഓഫ് അസെന്റിന്റെ തൊട്ട് മുന്നേ ടി സെക്കൻഡ് വരെയുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അതായത് ഇപ്പോൾ ജസ്റ്റ് അതിന്റെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ലെങ്തി ആവും പ്രോബ്ലം എന്ന് മാത്രം. ഈ കാണുന്ന ഹൈറ്റ് ഇപ്പൊ നമുക്കറിയാം, ഹൈറ്റ് യു സ്ക്വയർ ബൈ 2g ആണ്. അതിൽ അവസാനത്തെ ടി സെക്കൻഡിലെ ട്രാവൽ ചെയ്താണ് നമുക്ക് വേണ്ടത്. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് മുകളിലേക്ക് എത്താൻ യു ബൈ ജി ആണ്. അപ്പൊ ഈ ടൈം യു ബൈ ജി മൈനസ് ടി, ഈ ടൈം കൊണ്ട് ട്രാവൽ ചെയ്ത് നമുക്ക് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ ഹാഫ് എ ടി സ്ക്വയറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി യു, ടി എന്ന് പറയുന്നത് യു ബൈ ജി മൈനസ് ടി പ്ലസ് ഹാഫ്, മുകളിലേക്ക് പോകുമ്പോൾ ജി നെഗറ്റീവ് ആയിട്ടുണ്ട്, മൈനസ് ജി ഇൻറ്റു യു ബൈ ജി മൈനസ് ടി ദ ഹോൾ സ്ക്വയർ. ഈ കാണുന്ന സാധനം നമ്മുടെ മാക്സിമം ഹൈറ്റ് ആയ യു സ്ക്വയർ ബൈ 2gയിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താലും മതി. പക്ഷെ ആ ഒരു മെത്തേഡിലല്ല നമ്മളിപ്പോൾ എൻട്രൻസ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ സംബന്ധിച്ചിടത്തോളം സ്റ്റെപ്പ് ഒന്നും ഇമ്പോർട്ടന്റ് അല്ല, നമ്മുടെ ഫൈനൽ ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, സോ അപ്പൊ അതിന് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഐഡിയ ഉണ്ടായിട്ട്, അതായത് മുകളിലേക്ക് സ്റ്റെപ്പായിട്ട് കയറി പോകുന്നു, താഴേക്ക് സ്റ്റെപ്പായിട്ട് ഇറങ്ങി വരുന്നു, മുകളിലേക്കുള്ള അവസാനത്തും താഴേക്കുള്ള ആദ്യത്തതും ഒരുപോലെയാണ്. ആ ഒരു കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലാണ് അതിന്റെ പാത്ത് ഉണ്ടാവുക. റെഡിയാണോ? സോ അപ്പൊ അസെന്റിന്റെ ലാസ്റ്റ് ടി സെക്കൻഡ് എന്ന് പറയുന്നത് ഡിസെന്റിന്റെ ഫസ്റ്റ് ടി സെക്കൻഡ് എന്ന് പറയുന്നത് ഒരുപോലെയാണ്. സോ അവിടുന്ന് നമുക്ക് ആൻസർ യു വിൽ ഗെറ്റ് ഇറ്റ്സ് ഹാഫ് ജി ടി സ്ക്വയർ, ഓപ്ഷൻ സി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ മെത്തേഡിൽ അത് സോൾവ് ചെയ്യാൻ പോകുന്നില്ല. അത് ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, സോ ആ മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ അത് തന്നെ വരണം, ഹാഫ് ജി ടി സ്ക്വയർ തന്നെ വരണം. സോ അപ്പൊ നമ്മൾ ആ മെത്തേഡ് ചൂസ് ചെയ്യുന്നില്ല. ഓക്കെ, സോ അടുത്തത് ഏതാ ഇനി ചെയ്യേണ്ടത്? ഇനി അത് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ നമ്പർ 27 ആൻസർ സി ആണ്. യെസ്, അത് കഴിഞ്ഞ് അതിന്റെ ഇടയിൽ വേറെ ഏതെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ആർക്കും നിങ്ങൾക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് പറയാട്ടോ, ബാക്കിയുള്ളവർക്ക് കിട്ടിയെന്ന് വിചാരിച്ച് നിങ്ങൾ ഉണ്ടാണ്ടിരിക്കേണ്ട. നിങ്ങൾക്ക് കിട്ടിയില്ലേ പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 24 ചോദിക്കുന്നുണ്ട്, 29 ഉണ്ട്. ഓക്കെ, സോ നമ്മൾ 24 ചെയ്തിട്ട് 29ലേക്ക് പോകും. ക്വസ്റ്റ്യൻ നമ്പർ 24. A particle moves along a straight line such that its displacement at any time t is given by displacement s equal to at any time t cube minus 6t square plus 3t plus 4.
ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്. ദ വെലോസിറ്റി വെൻ ആക്സിലറേഷൻ ഈസ് 0. ചോദിക്കുന്നത് വെലോസിറ്റി ആണ് എപ്പോ ഏത് ടൈമിൽ വെൻ ദ ആക്സിലറേഷൻ ഈസ് 0. സോ നമുക്ക് ആദ്യം വെലോസിറ്റി കണ്ടുപിടിക്കാം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡെറിവേറ്റീവ് ആണ് ds/dt. ദിസ് ഈസ് ഈക്വൽ ടു 3t² minus 12t plus 3. വെലോസിറ്റി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അറ്റ് വാട്ട് ടൈം ഏത് ടൈമിലുള്ള വെൻ ദ ആക്സിലറേഷൻ ഈസ് 0. അപ്പൊ നമുക്ക് ആദ്യം ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു dv/dt. ഇതിനെ ഒന്നും കൂടെ അങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുന്നതിലത്തെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. സ്റ്റെപ്സ് എവിടെയെങ്കിലും തെറ്റി പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറയണേ. സോ 3t², അതിന്റെ ഡെറിവേറ്റീവ് 2 into 3 into 2t, that is 6t minus 12. So we need to find out the velocity. We need to find out the velocity when acceleration is equal to 0. Acceleration 0 on 6t minus 12 equal to 0. That means 6t equal to 12, t equal to 2 seconds. So 2 seconds is acceleration 0. ആ സമയത്തെ velocity. So we need to find out velocity when t equal to 2. So velocity equation നമ്മുടെ കയ്യിലുണ്ട് 3 into 2² minus 12 into 2 plus 3. അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. 3 into 12, 2² is 3 into 4, 12 minus 24 plus 3. 12 minus 24 is minus 12 plus 3 is minus 9. The unit is meter per second. Okay, so minus 9 meter per second. So the answer is option D. Simple question ആണ്. സിമ്പിൾ ആണെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പറയാം, നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 29. Question number 29. ആൻസർ ബി ആണെന്ന്. ഓക്കെ, 26. ഓക്കെ, 29 നമുക്ക് ചെയ്യാം, എന്നിട്ട് 26 പോവാം. 29. A body is thrown vertically upward from the ground. It reaches a maximum height of 20 meters in 5 seconds. At what time it will reach the ground from its maximum height position? ആൻസർ 29 നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ കാരണം എന്താണ്? യെസ്, ഫർഹാൻ പറയുന്നു ടൈം ഓഫ് അസെന്റ് ഈക്വൽ ടു ടൈം ഓഫ് ഡിസെന്റ്. ഓക്കെ, സോ അവിടെ 1-2 പോസിബിലിറ്റീസേ ഉള്ളൂ. ഓക്കെ, ശ്രദ്ധിക്ക്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ കൺഫ്യൂഷൻ ഉണ്ട് അതിൽ ബേസിക്കലി. ഇനി കാരണം വേറെ ഒന്നുമല്ല. ബോഡി is thrown vertically upward from ground. It reaches a maximum height of 20 meters in 5 seconds. മാക്സിമം ഹൈറ്റിലെത്താൻ എടുത്ത ടൈം 5 സെക്കൻഡ്. സാധാരണ ഇതിൽ 20 മീറ്റർ ഹൈറ്റിലെത്താൻ 5 സെക്കൻഡ് എടുക്കില്ല. ഓക്കെ, ഈ സാധാരണ കേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിന് ഒരു 2 പോസിബിലിറ്റീസ് ആണ്. ഒന്നുകിൽ എയർ റെസിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവാം. അതല്ലെങ്കിൽ പിന്നെ ഒരു പോസിബിലിറ്റി ഉള്ള ഒന്ന് നോക്കിയേ. അതായത് ഇറ്റ് റീച്ചസ് എ മാക്സിമം ഹൈറ്റ് u². ടൈം തന്നിട്ടുണ്ട്. സോ ഇതിന്റെ അർത്ഥം half gt² is equal to 20. അതിൽ t equal to 5 ആണ്. That means g is equal to 2 into 20 divided by 25, 40 by 25, 8 by 5. It is 1.6 meter per second square. So 2 പോസിബിലിറ്റി ആണ്. ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. 2 പോസിബിലിറ്റി ആണ് അവിടെ ഉള്ളത്. 5 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ മാത്രമേ ഹൈറ്റിലേക്ക് എത്തുന്നുള്ളൂ എങ്കിൽ അതിന്റെ അർത്ഥം ഒന്നുകിൽ അവിടെ എയർ റെസിസ്റ്റൻസ് അതല്ലെങ്കിൽ ഈ കാണുന്ന സ്മോൾ ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 1 എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു പ്ലാനറ്റ് ആവണം. ഓക്കെ, സോ 2 പോസിബിലിറ്റി ആണ് അവിടെ ഉള്ളത്. സോ അതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന, അതായത് ഇപ്പോ എയർ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ അവിടെ വിസ്കസ് ഫോഴ്സ് കോംപ്ലിക്കേറ്റ് ആവും, സിറ്റുവേഷൻ ഒരുപാട് കോംപ്ലിക്കേറ്റ് ആവും, നമുക്കൊരു പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആവില്ല. സോ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന കേസ് എന്ന് പറയുന്നത് ജി ഡിഫറെന്റ് ആണ്. ഇനി ജി ഡിഫറെന്റ് ആണെങ്കിലും അല്ലെങ്കിലും നമ്മളോട് ചോദിച്ചിട്ടുള്ള ജി കാൽക്കുലേറ്റ് ചെയ്യാനോ സംഭവമൊന്നുമില്ല. അറ്റ് വാട്ട് ടൈം ഇറ്റ് വിൽ റീച്ച് ദ ഗ്രൗണ്ട് ഫ്രം ഇറ്റ്സ് മാക്സിമം ഹൈറ്റ് പൊസിഷൻ. സോ മാക്സിമം ഹൈറ്റ് തിരിച്ച് താഴേക്ക് എത്താൻ എത്ര സമയം എടുക്കുന്നുള്ളതാണ്. സോ എയർ റെസിസ്റ്റൻസ് അല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ജിയിലുള്ള ഡിഫറൻസ്. അതായത് വേറെ പ്ലാനറ്റ് ആണെന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ തന്നെ മുകളിലേക്ക് എത്താനുള്ള സമയം എത്രയാണോ അതേ സമയം തന്നെ താഴേക്ക് എത്താൻ എടുക്കുക.
That means the answer is time of ascent equal to Farhanu, Robinake, Paranitunda, 20 time of ascent is equal to time of descent. In Warna, Molekatan, 5 second, Tarekatan, 5 second. So, our meaning answer. Okay, so question number 29, 26. Question number 26. Ball is thrown vertically upward. It has a speed of 10 meters per second when it has reached 1/2 of its maximum height. How high does the ball rise? The ball is thrown vertically upward. It has a speed of 10 meters per second when it has reached 1/2 of its maximum height. How high does the ball rise? Okay, so vertically throwing upward on initial velocity നമുക്ക് അറിയില്ല. നമുക്ക് അറിയാവുന്ന ഒരൊറ്റ ഇൻഫർമേഷനേ ഉള്ളൂ. അത് അതിന്റെ മാക്സിമം ഹൈറ്റിന് പകുതി ആകുമ്പോൾ, മാക്സിമം ഹൈറ്റിന്റെ പകുതി എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാക്സിമം ഹൈറ്റ് ക്യാപിറ്റൽ H ആണെങ്കിൽ ഇത് h/2 ആണ്. h/2 ആകുമ്പോൾ അതിന്റെ സ്പീഡ് 10 meter per second ആണ് മുകളിലേക്ക്. It has a speed of 10 meter per second when it has reached 1/2 of its maximum height. How high does the ball rise? ചെറിയൊരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. ഇതിൽ ഇനീഷ്യൽ വെലോസിറ്റി ഇല്ല, നമുക്ക് ഇക്വേഷൻസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യത്രേ ഉള്ളൂ. ഈ കാണുന്ന കേസിൽ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടൊരു വെർട്ടിക്കലി ത്രോയിങ് അപ്വേർഡ് കൺസിഡർ ചെയ്യാം. അപ്പൊ അവിടെ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി അറിയാലോ. ഈ ഭാഗം മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തിന് ഒരു സെപ്പറേറ്റ് വെർട്ടിക്കലി ത്രോയിങ് അപ്വേർഡിന്റെ കേസ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ മാക്സിമം ഹൈറ്റ് എന്താണ്? ഈ ഭാഗം ഇത് ടോട്ടലിന്റെ പകുതിയാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ h/2 എന്ന് പറയുന്നതാണ് അവിടുത്തെ മാക്സിമം ഹൈറ്റ്. സോ അതിനെ നിങ്ങൾക്ക് എന്ത് എഴുതാം? അവിടുത്തെ u²/2g എന്ന് എഴുതാം. വേർ u is equal to, അതായത് നമുക്ക് ഇതിനെ u' എന്ന് വിളിക്കാം. സോ u'²/2g. പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടാവും. അതായത് നമ്മൾ തന്നിട്ടുള്ള ഇൻഫർമേഷൻ u' ഉള്ളത് ഇവിടുന്ന് അങ്ങോട്ടാണ്. സോ അവിടുന്ന് അങ്ങോട്ട് നമ്മളൊരു എന്താ പറയാ ഒരു വെർട്ടിക്കലി ത്രോയിങ് അപ്വേർഡ് ആയിട്ട് കൺസിഡർ ചെയ്തു. അങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വാല്യൂസ് അറിയാം. ദിസ് ഇസ് ഈക്വൽ ടു 10 square divided by 2 into gravity 10. So this is equal to 100/25 meter. So h/2 എന്ന് പറയുന്നത് 5 meter ആണ്. That means, what does that mean? H is equal to 10 meter. Clear ആണോ? Clear ആണോ? The answer is option A. ഞാൻ ഈ പറഞ്ഞു മനസ്സിലായിട്ടാ? നമ്മൾ ചെയ്തത് എന്താണ്? മാക്സിമം ഹൈറ്റിന്റെ ഫോർമുല u²/2g. സോ അതിൽ ഇനീഷ്യലി ഇപ്പൊ നമ്മൾ എൻറ്റയർ പാത്ത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ആരതി ചോദിക്കുന്നു, ക്യാൻ വി യൂസ് ദ ഇക്വേഷൻ v is equal to √2gh? v is equal to √2gh എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഡ്രോപ്പ് ചെയ്യുമ്പോഴുള്ള ഫൈനൽ വെലോസിറ്റി ഇക്വേഷൻ ആണ്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ഈ കേസിൽ നീ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളിപ്പോ h ഹൈറ്റ്, അതായത് മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത് താഴെ എത്തുമ്പോൾ, മുകളിലേക്ക് എറിയുന്ന 10 meter per second ആണെങ്കിൽ താഴെ എത്തുമ്പോഴും അതിന്റെ വെലോസിറ്റി 10 meter per second ആയിരിക്കും, കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച്. സോ ഇപ്പൊ അങ്ങനെ v equal to √2gh കൊടുക്കുകയാണെങ്കിൽ 2gh എന്ന് പറയുന്നത് h/2 ആണ്. സോ അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും. അങ്ങനെയും ചെയ്യാം. ഓക്കെ, സോ ആരതി ഉദ്ദേശിക്കുന്നത് ഈ രീതിയിലാണ്. ഇപ്പൊ ഞാൻ എഴുതിയ പോലെ ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത് സ്ക്വയർ ചെയ്ത് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ h/2 equal to v²/2g എന്ന് പറഞ്ഞ ഫോമുല തന്നെയാണ് കിട്ടുക. അത് തന്നെയാണ് മാക്സിമം ഹൈറ്റ് ഫോമുല. ഫർഹാന്റെ ക്വസ്റ്റ്യൻ, ക്ലാരിഫിക്കേഷൻ, വെൻ സംതിങ് ഈസ് ത്രോൺ അപ്പ് ദ ആക്സലറേഷൻ ഡ്യൂ ടു ഓക്കെ. സോ ഫർഹാന്റെ ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിക്കി. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. മുകളിലേക്ക് എറിഞ്ഞ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നെഗറ്റീവ് അല്ലേ? താഴേക്ക് എറിഞ്ഞ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അപ്പൊ എന്താണ്? താഴേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, I mean, when the object is moving downwards, what is acceleration due to gravity, whether it's positive or negative?
താഴേക്കാണെങ്കിൽ പോസിറ്റീവ്, മുകളിലേക്കാണെങ്കിൽ നെഗറ്റീവ് എന്നതാണ് നിങ്ങളുടെ കൺസെപ്റ്റ് എങ്കിൽ അതിൽ ചെറിയൊരു ഒരു കേസ് തരാം ഞാൻ. ഓക്കെ, സോ ശ്രദ്ധിക്കും. അതായത് നിങ്ങളുടെ ഐഡിയ മുകളിലേക്ക് ആണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നെങ്കിൽ ജി നെഗറ്റീവ്, താഴേക്കാണെങ്കിൽ ജി പോസിറ്റീവ്. സോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സിറ്റുവേഷൻ, ഞാൻ ഒരു ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ ഒരു ഹൈറ്റ് നിന്ന് ഒരു ഒബ്ജക്റ്റ് മുകളിലേക്ക് ഒരു യു വെലോസിറ്റിയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ അത് മുകളിൽ പോയി തിരിച്ച് താഴേക്ക് വരും. ഇവിടെ നിങ്ങൾ ജി പോസിറ്റീവ് എടുക്കും നെഗറ്റീവ് എടുക്കും? അപ്പുവിന്റെ ഡൗട്ട്, ദ ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റി ഡൗൺവേർഡ്സ്, അത് ഡൗട്ട് ഒന്നുമില്ല, കറക്റ്റ് ആണ്. യെസ്, അതിനെന്താ സംശയം? സോ ഞാൻ ഈ തന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾ പോസിറ്റീവ് എടുക്കുക നെഗറ്റീവ് എടുക്കുക? പോസിറ്റീവ് എടുക്കുക നെഗറ്റീവ് എടുക്കുക? ജി പോസിറ്റീവ് എടുക്കുക നെഗറ്റീവ് എടുക്കുക? ഞാൻ ഒരു ബോർഡിൽ ഒരു സിറ്റുവേഷൻ ഡ്രോ ചെയ്തിട്ടുണ്ട്, അതിൽ നിങ്ങൾ പോസിറ്റീവ് എടുക്കുക നെഗറ്റീവ് എടുക്കുക? പോസിറ്റീവ്. രണ്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തൂടെ? അതൊരു പോസിബിലിറ്റിയാണ്. ആദ്യത്തെ ചോദിക്കുന്നത് രണ്ട് പാർട്ടായിട്ട്, അതായത് മുകളിലേക്കുള്ള ഒരു പാർട്ട്. ഓക്കെ ഫൈൻ, അത് ചെയ്യാം. പോസിറ്റീവ് എടുക്കും. ക്യാൻ യു റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ? എടാ ബോർഡിൽ നോക്കടാ ഫർഹാൻ, ബോർഡ് കാണുന്നില്ല നീ. ഒബ്ജക്റ്റിനെ ഞാൻ ഒരു ഹൈറ്റിൽ നിന്ന് മുകളിലേക്ക് എറിഞ്ഞു, മുകളിൽ പോയിട്ട് അത് താഴേക്ക് ഞാൻ നിന്ന സ്ഥലത്തേക്കല്ല, ഒരുപാട് താഴേക്ക് അങ്ങ് പോയി. അപ്പൊ അത് ഒബ്ജക്റ്റ് മുകളിലേക്കും പോകുന്നുണ്ട് താഴേക്കും പോകുന്നുണ്ട്. സോ അവിടുത്തെ കേസിൽ നിങ്ങൾ ജി എന്തെടുക്കും? ഡിവൈഡ് ആൻഡ് ടേക്ക് എന്ന് വെച്ചാൽ അഭിജിത്ത് ഉദ്ദേശിക്കുന്ന രണ്ട് പാർട്ടായിട്ട് ചെയ്യാം. ഫൈൻ, അത് ചെയ്യാവുന്നതാണ്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് അത്രേ ഉള്ളൂ. നേരത്തെ ആരാണ്, അപ്പുവാണ് ചോദിച്ചത്, ഗ്രാവിറ്റി മുകളിലേക്കാണോ താഴേക്കാണോ? ഗ്രാവിറ്റി മുകളിലേക്കാണോ താഴേക്കാണോ? അതിൽ സംശയമൊന്നുമില്ല, ഗ്രാവിറ്റി താഴേക്കാണ്. ഇനി ഗ്രാവിറ്റി പോസിറ്റീവ് എടുക്കുക നെഗറ്റീവ് എടുക്കുക എന്നുള്ള കേസ് ഒന്നുകൂടെ ശ്രദ്ധിക്കേ. ഈ കാണുന്ന ഫിഗർ, ഇപ്പൊ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യനിൽ ഞാൻ ഗ്രാവിറ്റി താഴേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് അതിന്റെ ഇനീഷ്യൽ പൊസിഷൻ, ഇതാണ് ഫൈനൽ പൊസിഷൻ. ഈ കാണുന്നതാണ് ഹൈറ്റ് എച്ച് എങ്കിൽ വാട്ട് ഇസ് എ ഡിസ്പ്ലേസ്മെന്റ് ഇനീഷ്യൽ വെലോസിറ്റി, ആക്സിലറേഷൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ തന്ന മൂന്ന് ക്വാണ്ടിറ്റീസും ആക്സിലറേഷൻ എച്ച് ഡിസ്പ്ലേസ്മെന്റ് ആണ്, കറക്റ്റ്. പ്ലസ് എച്ചോ മൈനസ് എച്ചോ, അങ്ങനെ പ്ലസും മൈനസും ഒക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെയാണ് എന്റെ ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ, ഡിസ്പ്ലേസ്മെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എച്ച് ആണ്. ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ എന്നൊക്കെ പറയുന്ന ക്വാണ്ടിറ്റീസ് വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. അതൊക്കെ വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. പ്ലസ് എച്ച്, അങ്ങനെയാണെങ്കിൽ നീ ആക്സിലറേഷൻ പോസിറ്റീവ് എടുക്കുക നെഗറ്റീവ് എടുക്കുക? മൈനസ് എച്ച്, യെസ്. സോ മൈനസ് പ്ലസ് ഒക്കെ വരുന്നുണ്ട്, യെസ്. മൈനസ് എച്ച് ആണ് വേണ്ടത്. അപ്പോ ആക്സിലറേഷൻ ജിയോ പ്ലസ് ആണോ മൈനസ് ആണോ? ആക്സിലറേഷൻ ജി പ്ലസ് ആണോ മൈനസ് ആണോ? പ്ലസ് ജി എടുക്കും മൈനസ് ജി എടുക്കും? ഒരു കാര്യം കൂടെ, മൈനസ് ജി. ഓക്കെ, മൈനസ് ജി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. മൈനസ്, യെസ്. അപ്പോ ഒബ്ജക്റ്റ് താഴേക്കാണോ മുകളിലേക്കാണോ പോയത്? ഒബ്ജക്റ്റ് താഴേക്കാണോ മുകളിലേക്കാണോ പോയത്? നമ്മൾ പറഞ്ഞെന്താ, താഴേക്ക് പോകുമ്പോൾ പ്ലസ് എടുക്കുന്നല്ലേ? അപ്പൊ ജി എന്തുകൊണ്ടാ മൈനസ് ആയ? താഴേക്കാണ് പോയത്. മാക്സിമം ഹൈറ്റ് വരെ നെഗറ്റീവ്. യെസ്, മതി. ഇനി ഞാൻ പറയാം, ശ്രദ്ധിക്കും. ഇതിന്റെ പ്രശ്നം നിങ്ങൾ ജി വരുമ്പോ മാത്രമേ പ്ലസിനെയും മൈനസിനെയും പറ്റി ആലോചിക്കുന്നുള്ളൂ. ജി അഥവാ ആക്സിലറേഷൻ വരുമ്പോൾ മാത്രം. ആക്സിലറേഷൻ മാത്രമല്ല, വെലോസിറ്റിയും ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെന്റും ഒക്കെ വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. വെക്ടർ ക്വാണ്ടിറ്റീസിന് നമ്മൾ ഡയറക്ഷൻ പറയാറുണ്ട്. ഇവിടെ വൺ ഡയമെൻഷൻ ആയതുകൊണ്ട് വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് ഡയറക്ഷൻസേ ഉണ്ടാവുള്ളൂ. വൺ ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞ ഒരു ലൈനാണ്, അവിടെ രണ്ട് ഡയറക്ഷൻ ഉണ്ടാവുള്ളൂ, ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. ഓക്കെ, ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്, അതിനെ നമ്മൾ ഒന്നിനെ പോസിറ്റീവായിട്ട് മറ്റേ നെഗറ്റീവായിട്ട് റെപ്രസെന്റ് ചെയ്യും, അത്രേ ഉള്ളൂ. സോ അപ്പൊ ഈ കേസിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ഏതാ നെഗറ്റീവ് ഏതാന്നുള്ളത് നിങ്ങളുടെ കൺവീനിയൻസ് ആണ്. നിങ്ങൾ മുകളിലേക്ക് പോസിറ്റീവും മുകളിലേക്ക് പോസിറ്റീവ് എടുത്താൽ താഴേക്ക് നെഗറ്റീവ് ആണോ എന്ന് പറയുന്ന ഒരു കൺവെൻഷൻ ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ
എന്ന് പറയുന്ന ഒരു കൺവെൻഷൻ ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ അതിനനുസരിച്ചാണ് ബാക്കി നിങ്ങൾ ചെയ്യേണ്ടത്. സോ മുകളിലേക്ക് പ്ലസ്, താഴേക്ക് മൈനസ്. ഇത് ആര് തീരുമാനിക്കുന്ന? ഞാൻ തീരുമാനിക്കുന്ന. സോ അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് എച്ച് ആണ് എങ്ങോട്ട്? താഴേക്ക്. സോ ഡിസ്പ്ലേസ്മെന്റ് ഈസ് മൈനസ് എച്ച്. വെലോസിറ്റി ഇനീഷ്യലി അത് അപ്വേർഡ് ആണ്, അതുകൊണ്ട് അത് പ്ലസ് യു. ആക്സിലറേഷൻ ജി താഴേക്കാണ്, മൈനസ് ജി. ഇനി ഇതേ കേസിനെ തന്നെ ഞാൻ ഒരു ഒബ്ജക്റ്റ് ഇതാ ഇങ്ങനെ പോയിട്ട് വരുന്നു, എച്ച് ഇനീഷ്യൽ വെലോസിറ്റി യു, താഴേക്ക് ജി. ഇതേ രീതിയിലും എനിക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം, മുകളിലേക്ക് നെഗറ്റീവ്, താഴേക്ക് പോസിറ്റീവ്. അങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് പ്ലസ് എച്ച്, ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് യു, ആക്സിലറേഷൻ പ്ലസ് ജി. ഓക്കെ, ഞാൻ ഈ പറഞ്ഞു മനസ്സിലായിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ ജി മുകളിലേക്ക് പോകുമ്പോൾ പ്ലസ്, താഴേക്ക് പോകുമ്പോൾ. സോ ഈസ് ഇറ്റ് അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ? റോബിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഈസ് ഇറ്റ് അക്കോർഡിംഗ് ടു, എടാ ഈ ക്വസ്റ്റ്യനിൽ ഇപ്പൊ നോക്കിയേ, ഞാനിപ്പോ 2 കേസും പറഞ്ഞില്ലേ, ഇത് അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യനേ അല്ല. ജി പ്ലസ് ആണോ മൈനസ് ആണോ, ഇറ്റ്സ് ബേസ്ഡ് ഓൺ അവർ കൺവീനിയൻസ്. കറക്റ്റ്, അമൽ പറയുന്ന പോയിന്റ് വളരെ കറക്റ്റ് ആണ്. നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് ഏത് പ്ലസ് ഏത് മൈനസ് എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. ഓക്കെ, സോ മുകളിലേക്ക് നിങ്ങൾ പ്ലസ് എടുത്താൽ താഴേക്ക് നെഗറ്റീവ് മൈനസ് എടുക്കണം. ഓക്കെ, താഴേക്ക് പ്ലസ് എടുത്താൽ മുകളിലേക്ക് മൈനസ് എടുക്കണം. ഇനി ഇത് ആക്സിലറേഷൻ അഥവാ ജിയുടെ കേസിൽ മാത്രമല്ല, ജി മാത്രമല്ല അവിടെ വെക്ടർ ക്വാണ്ടിറ്റി, വെലോസിറ്റി നോക്കണം, ഡിസ്പ്ലേസ്മെന്റ് നോക്കണം. ഇതിനൊക്കെ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നോക്കിയേ, ഇപ്പൊ നിങ്ങൾ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഫസ്റ്റ് കേസ് ആണെങ്കിൽ മൈനസ് എച്ച് ഈസ് ഈക്വൽ ടു യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. അത് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് യു ടി പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ എന്താ മാറ്റം? ഓക്കെ, ഇക്വേഷൻ ഓഫ് മോഷൻ ഞാൻ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 2 കേസിലും കിട്ടുന്ന ഇക്വേഷൻസ് തമ്മിൽ എന്താ മാറ്റം? ഒന്നിനെ ഒരു നെഗറ്റീവ് കൊണ്ട് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അതാണ് ബേസിക്കലി നമ്മൾ ആ ഡയറക്ഷൻ ഇൻവേർട്ടഡ് ആയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇത് സോൾവ് ചെയ്താൽ കിട്ടാൻ പോകുന്ന ഒരേ സാധനമാണ്. ഇത് സോൾവ് ചെയ്താൽ കിട്ടാൻ പോകുന്ന ആൻസർ സെയിം ആണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, ജി പ്ലസ് എടുക്കണോ മൈനസ് എടുക്കണോ എന്നുള്ളത് നമ്മുടെ കൺവീനിയൻസ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജിക്ക് മാത്രമല്ല ഈ പ്ലസും മൈനസും ഉള്ളത്, ഏതിനും കൂടെ ഉണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ്, ഫൈനൽ വെലോസിറ്റി പോലുള്ള ക്വാണ്ടിറ്റീസിനും ഈ പറയുന്ന പ്ലസോ മൈനസോ അതൊക്കെ വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, സോ അത് ക്ലിയർ ആയി വിചാരിക്കുന്നു. ഓക്കെ, സോ ഫർഹാന്റെ 28 ആണ് ഫർഹാൻ ചോദിക്കുന്നത്. 28, ക്വസ്റ്റ്യൻ നമ്പർ 28. Question number 28. If a ball is thrown vertically upwards with a velocity 40 meters per second, then velocity of the ball after 2 seconds. Simple question ആണ്. ബോളിലേക്ക് നമ്മൾ എറിയുന്ന ഇനീഷ്യൽ വെലോസിറ്റി 40 meters per second. 2 സെക്കൻഡ് കഴിയുമ്പോൾ t equal to 2 seconds കഴിയുമ്പോഴുള്ള വെലോസിറ്റി ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, ആക്സിലറേഷൻ ഉണ്ട്. എത്ര ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ജി. എങ്ങോട്ട്? താഴേക്ക്. സോ പറഞ്ഞോ വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൽ വി പ്ലസ് ആണോ മൈനസ് ആണോ മുകളിലേക്ക്, ഡയറക്ഷൻ നമുക്ക് അറിയില്ല. തൽക്കാലം വി അങ്ങനെ തന്നെ എടുക്കാം. വാട്ട് ഈസ് ഇനീഷ്യൽ വെലോസിറ്റി 40 meters per second. വാട്ട് ഈസ് ആക്സിലറേഷൻ പ്ലസ് ആണോ മൈനസ് ആണോ? ആക്സിലറേഷൻ ജി ആണ്, വാല്യൂ 10 ആണ്. പ്ലസ് ആണോ മൈനസ് ആണോ? എന്തുകൊണ്ട് മൈനസ്? നമ്മളിവിടെ ഇപ്പോ മുകളിലേക്ക് പ്ലസ് താഴേക്ക് മൈനസ് ഒന്നും തീരുമാനിച്ചില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ മൈനസ് എന്ന് പറയുന്നത്? ഫർഹാനും മിമിതൊക്കെ പറയുന്നത് മൈനസ് ആണെന്ന്. സോ എന്തുകൊണ്ട് നിങ്ങൾ മൈനസ് ആണെന്ന് പറയുന്നു? അപ്പു പറയുന്ന ആൻസർ ടേക്ക് എവറിത്തിങ് നെഗറ്റീവ്. അല്ല ഫർഹാന്റെ പ്രശ്നം അത് പ്രശ്നമാണ്. നമ്മള് ജി മൈനസ് എടുക്കാനുള്ള കാരണം നമ്മൾ അവിടെ ഓൾറെഡി ഇപ്പൊ നമ്മൾ അറിയാതെ തന്നെ നമ്മളൊരു സംഭവം അവിടെ ചെയ്തിട്ടുണ്ട്. യു നമ്മൾ എന്തായിട്ട് എടുത്തിട്ടുണ്ട്? 40 meters per second എന്ന് പറഞ്ഞ സാധനത്തിന് നമ്മൾ എങ്ങോട്ട് എടുത്തത്? അത് മുകളിലേക്കുള്ള സാധനം, അതിനെ പ്ലസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാണ്ട് തന്നെ മുകളിലേക്കുള്ളത് പ്ലസ് ആണെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് താഴേക്ക് നെഗറ്റീവ് ആയിരിക്കണം. സോ മൈനസ് 10 into T2. സോ ദിസ് ഈസ് 40 minus 20 meters per second. ഓക്കെ, നമ്മൾ ഓൾറെഡി, അതായത് നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്തു പോകുന്ന സാധനം. പക്ഷെ അവിടെയും ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഇനിയിപ്പോ ഇതേ ക്വസ്റ്റ്യനിൽ
what is the velocity? Velocity when t equal to, let's say, 7 seconds. Okay. What is the velocity when t is equal to 7 seconds? 7 seconds velocity എത്രയാ? അവിടെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണ്ടുള്ളൂ? p is equal to 40 minus 10 into 7. ഈ ബോൾ എവിടെ എത്തി എന്നുള്ളത് -100 ആണ്. നീ എന്തൊക്കെയാടാ എവിടൊക്കെ നോക്കിയാടാ പറയുന്നത്? It's 40 minus 70, that is minus 30 meter per second. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? -30 meter per second എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സാധനം എടാ, ഈ ആക്സിലറേഷൻ എന്ന് പറയുന്നത് മുകളിലേക്ക് പോകുമ്പോൾ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മുകളിലേക്ക് പോകുമ്പോൾ റിട്ടാർഡേഷൻ ആയിട്ടും, യെസ് 30 ഡൗൺവേർഡ്സ്, കറക്റ്റ്. സോ മുകളിലേക്ക് പോകുമ്പോൾ റിട്ടാർഡേഷൻ ആയിട്ടും താഴേക്ക് വരുമ്പോൾ ആക്സിലറേഷൻ ആയിട്ടും ആക്ട് ചെയ്യും. ആക്സിലറേഷൻ ഡയറക്ഷൻ മാറുന്നില്ല, വെലോസിറ്റി ആണ് ഡയറക്ഷൻ മാറുന്നത്. സോ 40 ആണ്, യെസ് ബോൾ ഈസ് കമ്മിങ് ഡൗൺവേർഡ്സ്, കറക്റ്റ്. 40 ആണ് ഇനീഷ്യലി. അത് മുകളിലേക്ക് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ 30 ആവും. ഒരു സെക്കൻഡ് കഴിയുമ്പോൾ റിട്ടാർഡേഷൻ കാരണം 40 നിന്നൊരു 10 കുറഞ്ഞിട്ട് 30 ആവും. 30 കഴിഞ്ഞാൽ 20 ആവും. അതാണ് 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 20 ആയത്. വീണ്ടും ഒരു സെക്കൻഡ് കഴിയുമ്പോൾ 10 ആവും. വീണ്ടും ഒരു സെക്കൻഡ് കഴിയുമ്പോൾ 0 ആവും. എന്ന് വെച്ചാൽ 4 സെക്കൻഡ് കൊണ്ട് 40 നിന്ന് 0 ആയി എന്ന് വെച്ചാൽ അത് മാക്സിമം ഹൈറ്റിലെത്തി. അടുത്ത ഒരു സെക്കൻഡ് കൊണ്ട് താഴേക്ക് വരും എന്ന് വെച്ചാൽ 10 ആവും, 20 ആവും, 30 ആവും. നമ്മൾ പറഞ്ഞ 7 എന്ന് പറയുന്നത് അതാ. മുകളിലേക്ക് ഒരു 4 സെക്കൻഡ്, താഴേക്ക് ഒരു 3 സെക്കൻഡ്. മുകളിലേക്ക് 4 സെക്കൻഡ് കൊണ്ട് 0 ആയി, താഴേക്ക് 3 സെക്കൻഡ് കൊണ്ട് 30 വരും. 30 എങ്ങോട്ടാണ്? ഈ കിട്ടിയ ആൻസർ നിന്ന് നമുക്ക് മനസ്സിലാക്കാം 30 താഴേക്കാണ്, 30 meter per second താഴേക്കാണ്. ഓക്കെ, സോ ദാറ്റ്സ് ദ ഐഡിയ. റെഡി ആണോ? സോ പ്ലസും മൈനസും നമ്മൾ അറിയാണ്ട് തീരുമാനിക്കുന്നുണ്ട്, അത് ശ്രദ്ധിച്ചോളണം. സോ ഐ ഹോപ്പ് എവറിഥിങ് ഈസ് ക്ലിയർ. ഇനി എന്താ പരിപാടി? ഇനി ഏതാ ഞാൻ ചെയ്യേണ്ട പ്രോബ്ലംസ് ഉണ്ടോ? 30 ക്വസ്റ്റ്യൻ നമ്പർ 30 വരെയാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ ഏറെക്കുറെ എല്ലാം ചെയ്തു. 24 ചെയ്തു, 22 ചെയ്തു, 24 ചെയ്തു, 26, 25 ചെയ്യണം. അതുൽ റാം പറയുന്നു 25 ചെയ്യണം. ഓക്കെ, question number 25. A body starts from rest. What is the rate of the distance traveled by the body during the fourth and what is not the rate? What is the ratio of the distance traveled by the body during the 4th and 3rd seconds? Fourth and third seconds. Okay, so our question ഒരു ഇൻഫർമേഷൻ മിസ്സിംഗ് ആണ് സദ്യക്ക്. ഐ തിങ്ക് നിങ്ങൾ പറയുന്ന ആൻസർ കറക്റ്റ് ആണെന്ന് തോന്നുന്നു. ഓപ്ഷൻ എ ആണ് ആൻസർ. 4th and 3rd, യെസ്, ഓപ്ഷൻ എ ആണ്. സോ അതിൽ ചെറിയൊരു പോയിന്റ് മിസ്സിംഗ് ഉണ്ട്. ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് മൂവ്സ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ എന്ന് വേണം. ഫ്രം റെസ്റ്റ് ആൻഡ് മൂവ്സ് വിത്ത് എ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ എന്നുണ്ടെങ്കിൽ 4th സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ്, nth സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഫോർമുല പറഞ്ഞിട്ടുണ്ട്, u plus a into n minus half. ഓക്കെ, ഈ കേസിൽ u 0 ആണ് കാരണം സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണ്. സോ 4th സെക്കൻഡ് എന്ന് പറയുമ്പോൾ a into 4 minus half. 3rd സെക്കൻഡ് എന്ന് പറയുമ്പോൾ a into 3 minus half. സോ റേഷ്യോ 4th ഡിവൈഡഡ് ബൈ 3rd. This is equal to a gets cancelled. 4 minus yes 1:3:5:7 എന്ന് പറയുന്ന റേഷ്യോ യൂസ് ചെയ്യാം. അത് എന്താ പറയാ, ഫ്രീ ഫോളിൽ മാത്രമുള്ളതല്ല, യൂണിഫോം ആക്സിലറേഷൻ ഉള്ള ഏത് കേസിലും അത് യൂസ് ചെയ്യുന്ന ആദ്യത്തെ പറയുന്നത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞില്ല, ഞാൻ അതാണ് പറയുന്നത്, അതും കൂടെ വേണമായിരുന്നു. ഓക്കെ, സോ ക്വസ്റ്റ്യനിലെ ഭാഗത്തു നിന്നുള്ളൊരു പ്രശ്നമാണ്. സോ 4 minus half എന്ന് പറയുന്നത് 2 into 7/2. 4 മൈനസ് ആരാന്ന് പറഞ്ഞാൽ 3.5, 7/2. 3 minus half എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5, 5/2. സോ ദിസ് ഇസ് 7/5. ഇത് തന്നെയാണ് നമ്മൾ പറയാറുള്ള റേഷ്യോ 1:3:5:7:9:11 എന്ന് പറയുന്ന സാധനം. സോ 4th 3rd. ഇനി അതിൽ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇതിപ്പോ നമ്മൾ ഓരോ സെക്കൻഡിലുള്ള റേഷ്യോ ആണ്. ഓരോ സെക്കൻഡും ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിന്റെ റേഷ്യോ. ഓരോ 2 സെക്കൻഡും ആയിരുന്നെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റേഷ്യോ തന്നെ ആഡ് ചെയ്താൽ മതി. സോ ഫസ്റ്റ് 2 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 1 ഉം 3 ആഡ് ചെയ്താൽ 4. സെക്കൻഡ് 2 സെക്കൻഡ് എന്ന് പറയുമ്പോൾ, അതായത്
ആദ്യത്തെ 2 സെക്കൻഡ്, രണ്ടാമത്തെ 2 സെക്കൻഡ്, മൂന്നാമത്തെ 2 സെക്കൻഡ് അങ്ങനെ എടുക്കുകയാണെങ്കിൽ 5, 7 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് 12. തേർഡ് 2 സെക്കൻഡ് 9, 11 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് 20. അതിന്റെ റേഷ്യോ ഒന്ന് നോക്കിയാൽ നിങ്ങൾ 4:12:20 എന്നുള്ളതിനെ 4 കൊണ്ട് കട്ട് ചെയ്യണം മൊത്തത്തില്. സോ ദിസ് ഈസ് 1:3:. കാണുന്നുണ്ടാ എന്ന് പറഞ്ഞാൽ ഈ 1:3:5 എന്ന് പറയുന്നത് 1:3:5 എന്ന് പറയുന്ന ഈ റേഷ്യോ, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്സ് covered in equal intervals of time. അത് 1 സെക്കൻഡിന്റെ ഇന്റർവെല് തന്നെ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇപ്പൊ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണെങ്കിൽ വീണ്ടും അത് തന്നെ വരും, നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം ആയാൽ മതി. 2 സെക്കൻഡിന്റെ ഇന്റർവെൽസ്, ഹാഫ് സെക്കൻഡ് ഇന്റർവെൽസ് അങ്ങനെ ആവാം. സോ ഈക്വൽ ഇന്റർവെൽസ് ആയ റേഷ്യോ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്സ് കവേർഡ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം ഓഫ് an object with, ശ്രദ്ധിക്കണം, u must be 0 and a must be constant. സോ u0 a കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഫ്രീ ഫാൾ. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഫ്രീ ഫാളിലാണ് ആദ്യം പറയാം. അത് ഫ്രീ ഫാളിന്റെ മാത്രം കേസ് ഒന്നുമല്ല, ഇത് ഏതൊരു സിറ്റുവേഷനിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, യൂണിഫോം ആക്സിലറേഷനും ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെങ്കിൽ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമിലുള്ള ഡിസ്പ്ലേസ്മെന്റിന്റെ റേഷ്യോ ആണ് 1:3:5. റെഡി? സോ ഹോപ്പ്ഫുള്ളി അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മൾ 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, അറൗണ്ട് 12 മണിയായി. ഇത് 3ാമത്തെ ക്ലാസ് ആണ്. മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ആയിട്ടില്ല. മൊഡ്യൂൾ 1 2 ചാപ്റ്ററേ ആയുള്ളൂ. സോ അടുത്ത ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. റെഡിയാണോ? ഓക്കെ, alright. So next chapter, motion in a plane, 2-dimensional motion. So 2-dimensional motion like വരുമ്പോൾ 1D 2D തമ്മിലുള്ള വ്യത്യാസം പ്രൈമറി ആയിട്ട് ഈ ഡിഫറൻസിനൊക്കെ കാരണം 1 ഡയമെൻഷൻ നമുക്കറിയാം സ്ട്രേറ്റ് ലൈൻ ആണ്. അവിടെ 2 ഡയറക്ഷനേ ഉള്ളൂ, പ്ലസും മൈനസും. ഓക്കെ, എക്സ് ആക്സിസ് മാത്രമേ ഉള്ളൂ നമ്മൾ പറയും, അല്ലെങ്കിൽ ഒരു സിംഗിൾ ലൈൻ മാത്രമേ ഉള്ളൂ. 2 ഡയറക്ഷൻ ഉള്ളൂ. വെലോസിറ്റി ഒന്നെങ്കിൽ ഫോർവേഡ് അല്ലെങ്കിൽ ബാക്ക്വേർഡ്, ആക്സിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ, അല്ലെങ്കിൽ ആക്സിലറേഷൻ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്, ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ്, മുന്നോട്ട് അല്ലെങ്കിൽ പിന്നോട്ട് എന്ന് പറയുന്ന 2 ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷൻസ് മാത്രമേ ഉള്ളൂ. അതേസമയം നമ്മളൊരു പ്ലെയിൻ കൺസിഡർ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ എത്ര ഡയറക്ഷൻ ഉണ്ട്? ഒരു പ്ലെയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്ലെയിനിലാണ് ഒബ്ജക്ട് മൂവ് ചെയ്യുന്നെങ്കിൽ ഹൗ മെനി ഡയറക്ഷൻസ് ആർ ദേർ? എത്ര ഡയറക്ഷൻസ് ഉണ്ട്? നോക്കിയേ, ഫിഗർ നോക്കിയിട്ട് പറ, എത്ര ഡയറക്ഷൻസ് ഉണ്ട്? ആദിത്യ പറയുന്നു ഇൻഫിനിറ്റി ഡയറക്ഷൻസ് ഉണ്ട്. 2 എവിടുന്നാടാ 2? 2 ലൈൻസ് അല്ല പ്ലെയിൻ എന്ന് പറയുന്നത്. പ്ലെയിൻ എന്ന് പറയുന്നത് അതിൽ ഒരുപാട് ലൈൻസ് പോസിബിൾ ആണ്. സോ യെസ്, എത്ര ഡയറക്ഷൻസ് ഉണ്ട്? ഈ ആരോ മാർക്ക് മാത്രം നോക്കിയാൽ പോരാ. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻസ് ഒരുപാടായി കേട്ടോ. ഡയറക്ഷൻസ്, യെസ്, നിങ്ങൾ പലരും പറഞ്ഞ പോലെ തന്നെ ഡയറക്ഷൻസ്, there are infinitely many directions. 2 ഡയറക്ഷൻ എന്നുള്ള 1 ഡയമെൻഷനിൽ നിന്ന് മാറിയിട്ട്, പ്ലസ് മൈനസ് എന്ന് പറയുന്നതിൽ നിന്ന് മാറിയിട്ട് 2Dയിലേക്ക് അങ്ങ് വരുമ്പോൾ ഡയറക്ഷൻസ് ഇഷ്ടം പോലെയാണ്. ഓക്കെ, സോ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ വരച്ചു തുടങ്ങി കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ 1, 2, 4 ഒന്നും അല്ല, there are infinitely many directions. സോ അങ്ങനെ വരുമ്പോൾ ഇതുവരെ നമ്മളിപ്പോ വെലോസിറ്റി ആഡ് ചെയ്യണം അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം. ഇപ്പോൾ v = u+at എന്ന് പറയുന്നിടത്ത് ഇവിടെ ഒന്നും നമ്മളിപ്പോ വെലോസിറ്റി ആക്സിലറേഷനോ അല്ലെങ്കിൽ വെലോസിറ്റികൾ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോഴൊന്നും വെക്ടർ ആയിട്ടല്ല നമ്മൾ ചെയ്തിരുന്നത്. കാരണം അവിടെ 2 ഡയറക്ഷനേ ഉള്ളൂ. നമ്മൾ ഒന്നെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ ആഡ് ചെയ്യും. പോസിറ്റീവ് ഇപ്പോൾ വെലോസിറ്റിന്റെ അല്ലെങ്കിൽ വെലോസിറ്റീസ് ആഡ് ചെയ്യുക സബ്ട്രാക്ട് ചെയ്യുക ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഡയറക്ഷൻസ് അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിനാണ് ഇപ്പോൾ നാളത്തെ പ്ലസും മൈനസ് ഒക്കെ എടുത്ത് പ്ലസും മൈനസും വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതേസമയം 2Dയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പ്ലസും മൈനസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ അവിടെ 2 ഡയറക്ഷൻ അല്ല, അവിടെ ഇൻഫൈനറ്റ്ലി മെനി ഡയറക്ഷൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് അവിടെ വെക്ടർ ആൾജിബ്ര വേണം. അതാണ് ആദ്യത്തെ പോയിന്റ്, വെക്ടർ ആൾജിബ്ര. വെക്ടേഴ്സിന്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് വെക്ടേഴ്സിന്റെ ഡിവിഷൻ ഇല്ല എടാ.
സോ ഡിവിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വെക്ടേഴ്സിലില്ല. അഡീഷൻ, സബ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, സോ വെക്ടർ ആൾജിബ്ര എന്ന് പറയുന്നതിൽ ആദ്യത്തെ ഭാഗം വെക്ടർ അഡീഷൻ. ഈ ഭാഗം നമ്മൾ വെക്ടർ ആൾജിബ്ര എന്ന് പറയുന്ന ഭാഗം നമുക്ക് വളരെ പെട്ടെന്ന് ഫിനിഷ് ചെയ്യണം. കാരണം നിങ്ങൾ ഇപ്പം ജെഇ കീം ക്രാഷ് ആകുമ്പോൾ എന്തായാലും മാത്സ് പഠിച്ചിട്ടുണ്ട്. മാത്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് വെക്ടർ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അതേ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഈ ഭാഗത്തുള്ളത്. പക്ഷേ അത് നിങ്ങൾ വെക്ടേഴ്സ് പ്ലസ് ടുവിലാണ് പഠിക്കുന്നത്. അപ്പോൾ പ്ലസ് വണ്ണിലെ ഫിസിക്സ് പഠിപ്പിച്ച് തുടങ്ങണമെങ്കിൽ തന്നെ നമുക്ക് വെക്ടേഴ്സ് വേണം എന്നുള്ളതുകൊണ്ട് ഫിസിക്സിലും ഈ ഭാഗം വന്നിട്ടുള്ളത്. സോ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ. രണ്ട് വെക്ടേഴ്സ് എ ബി ഒരേ ഒന്ന് അതായത് എ എൻഡ് ചെയ്യുന്നിടത്ത് ബി സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ദ റിസൾട്ടന്റ് ഇസ് ദ തേർഡ് സൈഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഓർഡർ. ഓക്കെ, ക്ലോസിംഗ് സൈഡ് എന്ന് പറയാറുണ്ട്. ഇനി പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത് 2, 3, 4 വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ ലെറ്റ്സ് സേ വെക്ടർ എ, വെക്ടർ ബി, വെക്ടർ സി, അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ക്ലോസിംഗ് സൈഡ് ആണ്. ഓക്കെ, സോ അതാണ് ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ, പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡീഷൻ. പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത് രണ്ട് വെക്ടേഴ്സ് എ ബി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരേ പോയിന്റ് എന്നാണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്തിട്ട് അതിന്റെ ഡയഗണലാണ് ദിസ് ഇസ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി. ആ റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ ഫോർമുല ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഇനി ശ്രദ്ധിക്കേണ്ട 1-2 പോയിന്റ്സ്. ഒരു കേസ് ഞാൻ പറയുന്നത് വെക്ടർ എ, വെക്ടർ ബി, ഈ ആംഗിൾ 120 ഡിഗ്രിയാണ്. സോ വാട്ട് ഇസ് ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എ ആൻഡ് വെക്ടർ ബി? ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എ ആൻഡ് വെക്ടർ ബി പറയടാ, ആൻസർ പറഞ്ഞോ. ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എ ആൻഡ് വെക്ടർ ബി. വെക്ടർ എ ആൻഡ് വെക്ടർ ബി 120 പറയുന്ന ആൾക്കാരുണ്ട്, 60 പറയുന്ന ആൾക്കാരുണ്ട്. യെസ് 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 120 60. എടാ ഇങ്ങനെ എയും ബിയും വരച്ചിട്ട് ഞാൻ 120 മാർക്ക് ചെയ്ത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ അപ്പോ ചിന്തിച്ചോളണം, എത്ര എളുപ്പത്തിൽ ചോദിക്കാൻ പാടുണ്ടോ? ഓക്കെ, സോ ഞാൻ പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിലുള്ള ഒരു ക്ലാസ്സിൽ, പറ്റിക്കല് മാത്രമാണ് ഉദ്ദേശം കേട്ടോ. സോ വാട്ട് ഇസ് ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ ആൻഡ് വെക്ടർ ബി? ദാറ്റ് ഈസ് 60 ഡിഗ്രി. അതൊരു ഡെഫിനിഷനാണ്. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വെക്ടേഴ്സിനെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും നീക്കിയും ചെരിച്ചൊക്കെ വെക്കാം. ചെരിക്കാൻ മീൻസ് നമുക്ക് വേണമെങ്കിൽ എങ്ങനെയും പാരലൽ ആയിട്ട് ഡിസ്പ്ലേസ് ചെയ്യാം. സോ ഇപ്പൊ എ എന്നുള്ള വെക്ടറിനെ ഞാനിതാ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ആംഗിൾ എന്ത് വരും? 60 ഡിഗ്രി വരും. അപ്പൊ ശരിക്കും എയും ബിയും തമ്മിലുള്ള ആംഗിൾ ഏതാ? 60 ആണോ 120 ആണോ? ഒന്നുകൂടെ, ശരിക്കും എയും ബിയും തമ്മിലുള്ള ആംഗിൾ ഏതാ? 60 ആണോ 120 ആണോ? അപ്പോ ഒരു കൺഫ്യൂഷൻ ആണ്. ഇങ്ങനെ ഫസ്റ്റ് കേസിൽ വെച്ച് കഴിഞ്ഞാൽ 120 ആണ്, സെക്കൻഡ് കേസിൽ വെച്ച് കഴിഞ്ഞാൽ 60. അപ്പൊ അങ്ങനെ ഒരു ആംബിഗിറ്റി ഉണ്ടാവാൻ പാടില്ല എന്നതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത്, ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് ഈസ് ഡിഫൈൻഡ് when they are originating or starting from the same point. രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ പറയുമ്പോൾ സ്മോൾ ആംഗിൾ ആണ് ചൂസ് ചെയ്യുക. അപ്പോ ആ രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള സ്മോൾ ആംഗിൾ ആണ് ചൂസ് ചെയ്യുക എപ്പോ വെൻ ബോത്ത് വെക്ടേഴ്സ് ആർ ഒറിജിനേറ്റിംഗ് ഓർ സ്റ്റാർട്ടിംഗ് ഫ്രം ദ സെയിം പോയിന്റ്. അങ്ങനെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, എന്തെങ്കിലും ഒരു വെക്ടർ ഉണ്ട്, വെക്ടർ പി നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ആ വെക്ടർ പിയുടെ ഡയറക്ഷൻ എങ്ങനെയാ? ഡയറക്ഷൻ എങ്ങോട്ടാ? ആ വെക്ടർ പിയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? How do you define its direction? Vector p slash magnitude of p. Along p cap. Okay. ജോണി ഉദ്ദേശിച്ചതും അത് തന്നെയാണ്. വെക്ടർ പിനെ പിയുടെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് യൂണിറ്റ് വെക്ടർ കിട്ടും. ഓക്കെ, എന്റെ ഐഡിയ വെക്ടർ പി എന്ന് പറഞ്ഞ സംഭവം ഞാൻ അങ്ങ് തന്നിട്ടേ ഉള്ളൂ. അതിന്റെ IJK യൂണിറ്റ് വെക്ടേഴ്സ് ഉണ്ടാവണമെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു മിമിതയുടെ ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ റിലവന്റ് ആണ്. പി ക്യാപ്പ് പറയുന്നുണ്ട്, IJK ഇല്ല.
അതായത് എക്സ് വൈ സെഡ് ഞാൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഈ കാണുന്ന വെക്ടറിനെ ഞാൻ ഐ ജെ കെ കമ്പോണന്റ് ആയിട്ടല്ല തന്നിട്ടുള്ളത്. അവിടെ എക്സ് വൈ സെഡ് ആക്സിസ് ഇല്ല. സോ ദെൻ വാട്ട് വിൽ യു ഡു? അങ്ങനെയൊക്കെ ആണെങ്കിൽ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ പി? റാൻഡം ഡയറക്ഷൻ. ഓക്കെ, ഫൈൻ, റാൻഡം ഡയറക്ഷൻ. ഓക്കെ, റാൻഡം. അപ്പോ ഇപ്പോ നോക്കിയേ, ഇത് വെക്ടർ പി ആണോ? ഈ ഇപ്പൊ ഞാൻ വരച്ചുള്ള വെക്ടർ ഞാൻ മാറ്റി വരച്ചു കഴിഞ്ഞാൽ വെക്ടർ അമൽ പറയുന്നത് യു കാൺ സേ, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. അതെന്താടാ പറയാൻ പറ്റാത്തെ? അതെന്താ പറയാൻ പറ്റാത്തെ? ആർബിട്രറി, രോഹിത്തിന്റെ ആൻസർ ആർബിട്രറി. ഈ ആർബിട്രറി റാൻഡം എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഒക്കെ മീനിങ് റഫറൻസ് ഇല്ല, അതാണ് പ്രശ്നം. യെസ്, അലോങ് ഇറ്റ്സ് പ്ലെയിൻ. ഓക്കെ, പ്ലെയിനിൽ തന്നെ ഒരുപാട് ഇൻഫൈനൈറ്റ്ലി മെനി ഡയറക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അലോങ് ദ ആരോ, ഈ ആരോയുടെ ഡയറക്ഷൻ വൈഷ്ണവ് പറയുന്നത് അലോങ് ദ ആരോ, ആ ആരോയുടെ ഡയറക്ഷൻ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? സോ നമ്മുടെ ഞാൻ ഉദ്ദേശിച്ച ആൻസർ ഈ റാൻഡം ആർബിട്രറി എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ വളരെ എല്ലായിടത്തും കയറി യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമല്ല. ഞാൻ അതിന്റെ ഡിസ്കഷനിലേക്ക് പോകുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് ഇത്രേ ഉള്ളൂ. ഇതിൽ 1-2 പേര് അതിന്റെ ആൻസർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമുക്കത് പറയാൻ പറ്റില്ല. അതിന് കാരണം, എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? അതിന് കാരണം റഫറൻസ് ഇല്ല. എന്ന് വെച്ചാൽ ഒരു സംതിങ്ങിന്റെ ഡയറക്ഷൻ പറയണമെങ്കിൽ വി നീഡ് എ റെഫറൻസ് ഓൾവേസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ഡയറക്ഷൻ, ഇപ്പൊ വെലോസിറ്റി പറയുമ്പോൾ വെലോസിറ്റി അത് ആ റെഫറൻസിന് എക്സ് വൈ സെഡ് ആക്സിസ്, ഒറിജിൻ പോലത്തെ സംഭവങ്ങൾ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു ടെക്നിക്കാണ് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻസ് പറയുന്നത്. ഓക്കെ, സോ പല രീതിയിൽ അത് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ആ രീതിയൊക്കെ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു റെഫറൻസ് വേണം. അതൊരു റെഫറൻസ് പ്ലെയിനോ റെഫറൻസ് സ്പേസോ, അതായത് എക്സ് വൈ സെഡ് സ്പേസോ, അതല്ലെങ്കിൽ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻസോ എന്തെങ്കിലും ഒന്ന് വേണം. അറ്റ്ലീസ്റ്റ് നേരത്തെ ആരോ ചോദിച്ചിരുന്നു വിത്ത് റെസ്പെക്ട് ടു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്. അതായത് നമുക്ക് പിയുടെ ഡയറക്ഷൻ പറയാം വിത്ത് റെസ്പെക്ട് ടു ക്യൂ അറ്റ് ആൻ ആംഗിൾ തീറ്റ. അതിന് ആദ്യം എന്ത് വേണം? അങ്ങനെ പറയണമെങ്കിൽ എന്ത് വേണം? അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് ആദ്യം ക്യൂ വേണം, വെക്ടർ ക്യൂ വേണം. എന്ന് വെച്ചാൽ ഒരു വെക്ടറിന്റെ ഡയറക്ഷൻ പറയണമെങ്കിൽ അവിടെ മറ്റൊരു അറ്റ്ലീസ്റ്റ് വേറെ എന്തെങ്കിലും ഒരു സാധനം വേണം. അതില്ലാണ്ട്, ഒന്നും ഇല്ലാണ്ട് സ്പേസ് പോയിട്ട് വായുവിൽ ഒരു വര വരച്ചിട്ട് ഡയറക്ഷൻ എങ്ങോട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഈ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എന്ന് പറയുന്നത് എങ്ങനെയാ? വാട്ട് ഈസ് ഹൊറിസോണ്ടൽ ആൻഡ് വാട്ട് ഈസ് വെർട്ടിക്കൽ? വാട്ട് ഈസ് ഹൊറിസോണ്ടൽ ആൻഡ് വാട്ട് ഈസ് വെർട്ടിക്കൽ? ശ്രദ്ധിക്കുക, ഞാൻ വരയ്ക്കുന്ന ഫിഗർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ? ഈ കാണുന്ന ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഒക്കെ വരച്ച് കാണിച്ചിട്ടുണ്ട്. യെസ്, ശ്രദ്ധിക്കുക, ഞാൻ ഈ വരച്ചുള്ള ഫിഗറിൽ ആ റൗണ്ട് എർത്ത് ആണെന്ന് വിചാരിക്കുക. ഒരാള് എർത്തിന്റെ സർഫസിൽ നിൽക്കുന്നുണ്ട്. സോ അയാളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഹൊറിസോണ്ടൽ, ഇത് വെർട്ടിക്കൽ. അപ്പൊ ആള് നിൽക്കുന്ന ഇവിടെയാണെങ്കിലോ, based on the tangential plane of earth, okay fine, കുഴപ്പമില്ല. സോ അയാളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഇന്റർചേഞ്ചസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആള് നിൽക്കുന്ന ഇങ്ങനെയാണെങ്കിലാടാ, ഇറ്റ്സ് ബേസ്ഡ് ഓൺ അവർ പൊസിഷൻ. ഓക്കെ, സോ പല പല ആൻസേഴ്സ് വരുന്നുണ്ട്. എനിവേ, ഞാൻ ഉദ്ദേശിച്ച പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഹൊറിസോണ്ടൽ, ഇത് വെർട്ടിക്കൽ. റഫറൻസ് പോയിന്റ് ഈസ് റഫറൻസ് പോയിന്റ് ആണ്. ഓക്കെ, സോ ഹൊറിസോണ്ടലിനും വെർട്ടിക്കലിനും നിങ്ങൾ പറയുന്ന ആൻസർ പറയുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാനുള്ള സാധനം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, സ്വാഭാവികമാണ്. അപ്പോഴേ നിങ്ങൾ ആ ഒരു രീതിയിലാണ് നിങ്ങൾ പഠിക്കാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ശ്രദ്ധിക്കും. അപ്പോ ഇങ്ങനെ ബേസിക്കലി എന്താണ് ഈ വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ? അതിനൊരൊറ്റ പോയിന്റേ ഉള്ളൂ. വെർട്ടിക്കൽ എന്ന് പറയുന്നത്, ആ വെർട്ടിക്കൽസ് എല്ലാം നോക്കിയാൽ നിങ്ങൾ, വെർട്ടിക്കൽസ് എല്ലാം പോയിന്റ് ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിലേക്കാണ്. ബേസിക്കലി ഒരേ പോയിന്റിലേക്കാണ്.
എല്ലാ വെർട്ടിക്കലും ഒരുപോലെയാണെന്നില്ല. വെർട്ടിക്കൽ എന്ന് പറയുന്നത് എർത്തിന്റെ സെന്ററിലേക്കുള്ളതാണ്. അതായത് നമ്മൾ എർത്തിന്റെ സർഫസിൽ നിൽക്കുമ്പോൾ നമുക്ക് വെയിറ്റ് എങ്ങോട്ട് ഫീൽ ചെയ്യുന്നോ ആ ഡയറക്ഷനാണ് ബേസിക്കലി വെർട്ടിക്കൽ. അതിന് പെർപെൻഡിക്കുലർ ഹൊറിസോണ്ടലും. അപ്പൊ പറഞ്ഞു വരുന്നത് ഈ വെർട്ടിക്കലും ഹൊറിസോണ്ടലിനും കാരണം എർത്തിന്റെ ഗ്രാവിറ്റിന്റെ ഡയറക്ഷൻ. അതായത് എർത്തുനിന്ന് ഒരാൾ അങ്ങ് പുറത്തു പോയാൽ അഥവാ സ്പേസിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും പറയാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ പല വീഡിയോസും കണ്ടിട്ടുണ്ടാവും, സ്പേസ് സ്റ്റേഷന്റെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അകത്തുനിന്നുള്ള വീഡിയോസ്, അല്ലെങ്കിൽ ഓർബിറ്റ് ചെയ്യുന്ന സാറ്റലൈറ്റിനകത്തുനിന്നുള്ള വീഡിയോസ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോസിൽ ഇപ്പൊ നമ്മളെ വീട്ടിൽ നോക്കിയാൽ, നമ്മളെ വീട്ടിലിപ്പോ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് സ്വിച്ചിനൊരു അലൈൻമെന്റ് ഇല്ല. അതായത് സ്വിച്ച് പ്ലേസ് ചെയ്തിട്ടുള്ള എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അതായത് താഴേക്ക് പ്രസ് ചെയ്താൽ ഓണും, മുകളിലേക്ക് പ്രസ് ചെയ്താൽ ഓഫും ആണ്. ഓക്കെ, സോ ഈ താഴെ മുകളിൽ എന്ന് പറയുന്നത് നമുക്ക് വെർട്ടിക്കൽ എന്ന് പറയുന്ന ഡയറക്ഷൻ ഉള്ളതുകൊണ്ടാണ്. നമുക്ക് തല കുത്തനെ നിൽക്കാൻ പറ്റില്ല, കാരണം നമുക്ക് വെയിറ്റ് ഉണ്ട്. ഓക്കെ, ഒബ്വിയസ്ലി നമുക്ക് ഈ കാണുന്ന നമ്മൾ നിൽക്കുന്ന സ്പേസിൽ ഫ്ലോട്ട് ചെയ്യാൻ പറ്റില്ല. വെയിറ്റ്ലെസ്നെസ് ഉള്ള ഭാഗത്ത് അഥവാ സ്പേസിലേക്ക് എർത്ത് വിട്ട് കഴിഞ്ഞാൽ ആ സ്പേസ് സ്റ്റേഷന്റെ ഒക്കെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും എന്ന് വെച്ചാൽ റൂഫ് ഏതാണ്, ഫ്ലോർ ഏതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് ഉണ്ടാവുക. അതിന് കാരണം വേറൊന്നുമല്ല, അവിടെ റൂഫ് ഫ്ലോർ അപ്പ് ഡൗൺ എന്ന് പറയാൻ, മുകൾ ഏതാണ് താഴെ ഏതാണെന്ന് പറയാൻ നമുക്ക് എന്തില്ല, വെർട്ടിക്കൽ അഥവാ ഗ്രാവിറ്റി എന്ന് പറയുന്ന സംഭവം ഇല്ല. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് മനസ്സിലാകുന്നുണ്ടോ? സോ ഗ്രാവിറ്റിയെ ബേസ് ചെയ്താണ് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഹൊറിസോണ്ടലും വെർട്ടിക്കലും എർത്തിൽ നിന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഇല്ല. അതുപോലെ തന്നെയാണ് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്. എർത്ത് ഒരു ഇമാജിനറി ആക്സിസിനെ അബൌട്ട് റൊട്ടേറ്റ് ചെയ്യുന്നില്ല. അതിൽ ഒരു പോളിനെ നമ്മൾ നോർത്ത് ആയിട്ട് അങ്ങ് ഡിഫൈൻ ചെയ്തു, മറ്റൊന്നിനെ സൗത്ത് ആയിട്ടും, ബാക്കി രണ്ട് ഡയറക്ഷൻസിന്. അപ്പൊ ബേസിക്കലി എർത്തിന്റെ പോൾസും കാരണമാണ് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്. എർത്ത് നിന്ന് അങ്ങ് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നോർത്ത് എന്ന് പറയുന്നതിന് എന്തില്ല, മീനിങ് ഇല്ല. സോ പറഞ്ഞു വരുന്ന ഫൈനൽ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഒരു വെക്ടറിന്റെ ഡയറക്ഷൻ പറയണമെങ്കിൽ ഒരു റെഫറൻസ് വേണം. ഓക്കെ, അത് എല്ലാ സംഭവത്തിലും അങ്ങനെ തന്നെയാണ്. സോ അപ്പൊ ഞാൻ പറഞ്ഞു തുടങ്ങിയ പോയിന്റ്, നമ്മുടെ റിസൾട്ട് ഉണ്ട്. നോക്കിയേ, എയും ബിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടന്റിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ ഫോർമുലയാണിത്. ദിസ് ഗീവ്സ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. ഇതിന്റെ ഡയറക്ഷൻ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ശ്രദ്ധിക്കും, ഇതിന്റെ ഡയറക്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഡയറക്ഷൻ ഡിഫൈൻ ചെയ്യാൻ എന്ത് വേണമെന്ന് പറഞ്ഞ്, ഡയറക്ഷൻ ഡിഫൈൻ ചെയ്യാൻ ഒരു റെഫറൻസ് വേണം. തൽക്കാലം നമ്മുടെ കയ്യിൽ ഇവിടെ XYZ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റോ ഒന്നുമില്ല. സോ അതുകൊണ്ട് നമ്മൾ ഡയറക്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്, നമ്മുടെ കയ്യിൽ ഓൾറെഡി AB എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. അപ്പൊ എയിൽ നിന്നുള്ള ആംഗിൾ കിട്ടിയാൽ അല്ലെങ്കിൽ ബിയിൽ നിന്നുള്ള ആംഗിൾ കിട്ടിയാൽ നമുക്ക് ഡയറക്ഷൻ ഇക്വലന്റ് ആണ്. അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് എയിൽ നിന്ന് ആൽഫ ആംഗിളിലാണെന്ന് പറയാം. ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു B sin theta by A plus B cos theta. ഇതാണ് ഫോർമുല. അപ്പൊ ഈ ടാൻ ആൽഫയുടെ ഫോർമുലയുടെ സിഗ്നിഫിക്കൻസ് ആണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, അല്ലെങ്കിൽ മുന്നേ ഈ ഒരു മീനിങ്ങിൽ അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലത്. ഇല്ലെങ്കിൽ എന്തിനാണ് ടാൻ ആൽഫ? ടാൻ ആൽഫ ബേസിക്കലി ഈ പറഞ്ഞ റിസൾട്ടന്റിന്റെ ഡയറക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സാധനമാണ്. എയിൽ നിന്ന് ഇത്ര ആംഗിൾ, അതാണ് നമ്മുടെ റിസൾട്ടന്റിന്റെ ഡയറക്ഷൻ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ XYZ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റോ ഹൊറിസോണ്ടൽ വെർട്ടിക്കലോ ഒന്നും ഇല്ലാത്ത കേസിൽ എയുടെയും ബിയുടെയും തമ്മിൽ നിന്നുള്ള ആംഗിൾ പറഞ്ഞിട്ടാണ് നമ്മളത് ഡിഫൈൻ ചെയ്യുന്നത്. റെഡിയാണോ? ഇനി പറയാനുള്ള ഒന്ന് രണ്ട് പോയിന്റ്സ്. രണ്ട് വെക്ടേഴ്സ്, വി ഹാവ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി വിത്ത് ഈക്വൽ മാഗ്നിറ്റ്യൂഡ്സ്. രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി is equal to 2a cos theta by 2. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾ മുന്നേ കണ്ടിട്ടുള്ള ഫോർമുലാസ് ആയിരിക്കാം, അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. നെക്സ്റ്റ് വെക്ടർ സബ്ട്രാക്ഷൻ. വെക്ടർ സബ്ട്രാക്ഷനിൽ വെക്ടർ എ മൈനസ് വെക്ടർ ബി എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇറ്റ്സ് വെക്ടർ എ പ്ലസ് നെഗറ്റീവ് ബി, where negative b is the vector which has the same magnitude as that of negative b എന്ന് പറയുന്നതിന്റെ നെഗറ്റീവ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് ബിയുടെ അതേ മാഗ്നിറ്റ്യൂഡ് ആണ്. ആൻഡ് ദ ഡയറക്ഷൻ നെഗറ്റീവ് ബി എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ബി. ബിയുടെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആണ് നെഗറ്റീവ് ബിയുടെ ഡയറക്ഷൻ.
സോ യെസ്, സോ ആ രീതിയിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ വരുമ്പോൾ this is vector A, this is vector B, and this angle is theta. അങ്ങനെയാണ് തീറ്റ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരേ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യണം. സോ വാട്ട് ഈസ് എ മൈനസ് ബി? എ മൈനസ് ബി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഇത് മൈനസ് ബി. സോ ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഏത് രണ്ടും കൂടെ? എയും മൈനസ് ബിയും കൂടെ ആഡ് ചെയ്യുക. സോ ഈ കാണുന്ന സാധനമാണ് വെക്ടർ എ പ്ലസ് മൈനസ് ബി അഥവാ വെക്ടർ എ മൈനസ് വെക്ടർ ബി. അതിന്റെ മാഗ്നിറ്റ്യൂഡിന്റെ ഫോർമുല വെക്ടർ എ മൈനസ് വെക്ടർ ബി എന്ന് പറയുന്ന ഫോർമുല, മാഗ്നിറ്റ്യൂഡിന്റെ ഫോർമുല റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് തീറ്റ. ആൻഡ് നമ്മൾ ഡയറക്ഷൻ പറയാറുള്ളത് വീണ്ടും ആൽഫയാണ്. ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ മൈനസ് ബി കോസ് തീറ്റ. ഇനി ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ്, എയും ബിയും സെയിം മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ വെക്ടർ എ മൈനസ് വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് 2a സൈൻ തീറ്റ ബൈ 2. ഓക്കെ, വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉള്ളത് ഫിഗറിന്റെ ഇമ്പോർട്ടൻസ് ആണ്. ലെറ്റ്സ് സേ ദിസ് ഇസ് വെക്ടർ എ, ദിസ് ഇസ് വെക്ടർ ബി, ഈ ആംഗിൾ തീറ്റ. നമ്മൾ അതിനൊരു പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതാണ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി എങ്കിൽ നിങ്ങൾ മാത്സിലാണ് അത് പഠിച്ചിട്ടുണ്ടാവുക. ഈ പറയുന്ന ഓഫ് ഡയഗണൽ എന്ന് നമ്മൾ അതിനെ വിളിക്കും. അതാണ് വെക്ടർ എ മൈനസ് വെക്ടർ ബി. വെക്ടർ എ മൈനസ് വെക്ടർ ബി ഓഫ് ഡയഗണൽ. ഓക്കെ, ഇനി ചില വെക്ടേഴ്സ് ഇപ്പം നിങ്ങൾ ഇങ്ങനെ സൈക്ലിക് ആയിട്ട് തരാറുണ്ട്. വെക്ടർ എ, വെക്ടർ ബി, വെക്ടർ സി, ഇത് എല്ലാം കൂടെ ആഡ് ചെയ്താൽ what is vector a plus vector b plus vector c? Equal to vector a plus vector b plus vector c is equal to 0 vector. Cyclic ആണെങ്കിൽ അങ്ങനെയാണ് വരിക. ഓക്കെ, സോ അത് നിങ്ങൾക്ക് അറിഞ്ഞു. അതായത് അങ്ങനെ എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് 0 ആയി പോകും. ഓക്കെ, അത് 3 എന്നല്ല എത്രയാവാം, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ പോലെ ആവണമെന്നില്ല. ലെറ്റ്സ് സേ ദിസ് ഈസ് വെക്ടർ എ, വെക്ടർ ബി, വെക്ടർ സി, വെക്ടർ ഡി and vector e. What is the resultant? Is equal to 0 vector. Okay, so അത് കഴിഞ്ഞ് വെക്ടർ റെസൊല്യൂഷൻ. ഒരു വെക്ടറിനെ അതിന്റെ ഓർത്തോഗണൽ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യുന്ന ഐഡിയ. ദിസ് ഇസ് വെക്ടർ ആർ. ഈ വെക്ടർ ആറിനെ നിങ്ങൾക്ക് രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. സാധാരണ റിസോൾവ് ചെയ്യുന്ന മെത്തേഡാണ് ഈ കാണുന്നത്. ലെറ്റ്സ് സേ ദിസ് ഇസ് വെക്ടർ എ ആൻഡ് ദിസ് ഇസ് വെക്ടർ ബി. ഇത് ആംഗിൾ 90 ആണ്. 90 ആകുമ്പോൾ പിന്നെ നമുക്ക് എവിടെയും മാർക്ക് ചെയ്യാം. സോ അത് പ്രശ്നമില്ല. വെക്ടർ എ പ്ലസ് വെക്ടർ ആർ ഈസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി. ഇനി ഈ വെക്ടർ എയുടെയും വെക്ടർ ബിയുടെയും മാഗ്നിറ്റ്യൂഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആംഗിൾ തീറ്റ ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ഇൻറ്റു കോസ് തീറ്റ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ഇൻറ്റു സൈൻ തീറ്റ. ഇതൊക്കെ നമ്മൾ ലോസ് ഓഫ് മോഷനിലൊക്കെ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട്, ഇതൊക്കെ നമുക്ക് വളരെ ട്രിവിയൽ ആയിട്ടുള്ള സംഭവമാണ്, നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള ഭാഗമാണ്. നെക്സ്റ്റ് പാർട്ട് വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ. വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, വെക്ടേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷനിൽ രണ്ട് ടൈപ്പ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് ഡോട്ട് പ്രൊഡക്റ്റ്. Dot product. We have two vectors, vector A and vector B, and the angle between them is theta. Dot product into definition: vector A dot vector B is equal to AB cos theta. ഈ നമ്പർ സ്കാലാർ ആണ്, അതുകൊണ്ട് this is also known as scalar product. അടുത്തതാണ് ക്രോസ് product. A cross B is defined as AB sin theta n cap. ഈ നമ്പർ വെക്ടർ ആണ്, ദാറ്റ്സ് വൈ ഇറ്റ്സ് നോൺ ആസ് വെക്ടർ പ്രൊഡക്റ്റ്. ഇനി ക്രോസ് പ്രൊഡക്റ്റ് അവിടെ നിൽക്കട്ടെ, നമുക്ക് അതിലേക്ക് വരാം. അതിന് മുന്നേ ഡോട്ട് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ. ഡോട്ട് പ്രൊഡക്റ്റ് ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് 0. സോ വെൻ എ ഈസ് പെർപെൻഡിക്കുലർ ടു ബി implies vector A dot vector B is equal to
0. കാരണം തീറ്റ 90 ഡിഗ്രി ആണ്, കോസ് 90 0 ആണ്. ഇനി ഇത് യൂസ് ചെയ്ത് നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കുന്നത്, അതായത് ഇഫ് വി നോ വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആൻഡ് ദെയർ മാഗ്നിറ്റ്യൂഡ്സ്, വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് എ ആണെന്നും വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡ് ബി ആണെന്നും അറിയാമെങ്കിൽ കോസ് തീറ്റ ഇസ് ആംഗിൾ, തീറ്റ ഇസ് ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എ ആൻഡ് വെക്ടർ ബി ഇസ് ഈക്വൽ ടു വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഡിവൈഡഡ് ബൈ എ ബി. ഓക്കെ, അതായത് വെക്ടേഴ്സിന് നമുക്ക് ഐ ജെ കെ കമ്പോണൻസ് ആയിട്ടാണ് അറിയുന്നതെങ്കിൽ അങ്ങനെയാണ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഐ എ ഇസ് ഈക്വൽ ടു നമുക്ക് ഫോർമുല ആയിട്ടുണ്ട് A1I പ്ലസ് A2J പ്ലസ് A3K. Vector B is equal to B1I plus B2J plus B3K. Then what is vector A dot vector B? Analytical form നമ്മൾ ഇതിനെ പറയാറുണ്ട്. This is A1B1 plus A2B2 plus A3B3. Okay, so ഇതാണ് വെക്ടറിന്റെ വാല്യൂ, ഐ മീൻ സോറി ഡോട്ട് പ്രൊഡക്റ്റിന്റെ വാല്യൂ. സോ ഇത്രയും കാര്യങ്ങളാണ് ഡോട്ട് പ്രൊഡക്റ്റിലുള്ളത്. നെക്സ്റ്റ് ക്രോസ് പ്രൊഡക്റ്റ്. ക്രോസ് പ്രൊഡക്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വെക്ടർ എ ക്രോസ് വെക്ടർ ബി is equal to AB sin theta n cap. What is n cap? What exactly is n cap? പറഞ്ഞോ, ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ, പറഞ്ഞോ. What exactly is n cap? പൊസിഷൻ വെക്ടറാ, എന്തൊക്കെയാടാ പറയണേ? മാറിപ്പോയി. ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് അല്ലേ? ശ്രദ്ധിക്കേ, റിസൾട്ടന്റ് എന്ന് നിങ്ങൾ അതിനെ വിളിക്കരുത്. യൂണിറ്റ് വെക്ടർ കറക്റ്റ് ആണ്. വെയിറ്റ് മതി. യൂണിറ്റ് വെക്ടർ ആണത്. നോർമൽ വെക്ടർ ആലോചിക്കാം. യെസ് ഒരു അബദ്ധം. മതി. ആൻസർ ഒക്കെ ആയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ, റിസൾട്ടന്റ് എന്ന് നിങ്ങൾ വിളിക്കുന്നത് എയും ബിയും ആഡ് ചെയ്യുന്നതിന് മാത്രം റിസൾട്ടന്റ് എന്ന് വിളിക്കാൻ പാടുള്ളൂ. ആൻസർ എന്നുള്ള അല്ലെങ്കിൽ റിസൾട്ട് എന്നുള്ള മീനിങ്ങിൽ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, ബട്ട് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കരുത്. അതായത് വെക്ടർ ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും ഒക്കെ കിട്ടുന്ന സാധനത്തിന് റിസൾട്ടന്റ് എന്ന് വിളിക്കരുത്. റിസൾട്ടന്റ് എന്ന് വിളിക്കാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ആഡ് ചെയ്യുമ്പോൾ മാത്രമാണ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അതിന് ഡിഫറൻസ് എന്ന് തന്നെ പറയണം. എയുടെയും ബിയുടെയും റിസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ വെക്ടർ എ പ്ലസ് വെക്ടർ ബിയും, വെക്ടർ എയുടെയും വെക്ടർ ബിയുടെയും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അത് എ മൈനസ് ബിയോ ബി മൈനസ് എ, അത് ഏതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച്. വേണമെങ്കിൽ നിങ്ങൾക്ക് റിലേറ്റീവ് എന്ന് പറയാം. എ വിത്ത് റെസ്പെക്ട് ടു ബി ആണ് എ മൈനസ് ബി, ബി വിത്ത് റെസ്പെക്ട് ടു എ ആണ് ബി മൈനസ് എ. സോ അങ്ങനെ പറയാവേ ഉള്ളൂ. അതുപോലെ തന്നെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന സാധനത്തിന് റിസൾട്ടന്റ് എന്ന് വിളിക്കരുത്. ക്രോസ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന സാധനത്തിന് റിസൾട്ടന്റ് എന്ന് വിളിക്കരുത്. അത് അതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ വെക്ടർ പ്രൊഡക്റ്റ് ആണ് എന്ന് പറയാം, അല്ലാതെ റിസൾട്ടന്റ് എന്ന് വിളിക്കരുത്. അത് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയുള്ളൂ. സോ എൻ ക്യാപ് ഈസ് എ പലരും പല യൂണിറ്റ് വെക്ടർ. യെസ്, എല്ലാവർക്കും യൂണിറ്റ് വെക്ടർ. നോർമൽ വെക്ടർ അതിന്റെ മീനിങ് പറയാം, യൂണിറ്റ് വെക്ടർ ആണ്. ഇതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഈ എൻ ക്യാപ്പിന്റെ ഡയറക്ഷനിലാണ് എ ക്രോസ് ബി. ഇനി എങ്ങോട്ടാണ് ഈ എ ക്രോസ് ബി അഥവാ യൂണിറ്റ് വെക്ടർ ആയ എൻ ക്യാപ്പ് എന്നുള്ളത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? വെക്ടർ എ ക്രോസ് വെക്ടർ ബി, ആംഗിൾ ബിറ്റ്വീൻ ദം ഇസ് തീറ്റ. അവിടുത്തെ കണ്ടീഷനാണ് ഇറ്റ്സ് പെർപെൻഡിക്കുലർ ടു ബോത്ത് വെക്ടർ എ ആൻഡ് വെക്ടർ ബി, ഓർ നോർമൽ. അതുകൊണ്ടാണ് നോർമൽ എന്ന് വിളിക്കാനുള്ള കാരണം. ഓർ നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് എ ബി. എയും ബിയും ഇൻക്ലൂഡ് ആയിട്ടുള്ള, മ്യൂച്വലി പെർപെൻഡിക്കുലർ ടു എ ആൻഡ് ബി. യെസ്, വെക്ടർ എയും വെക്ടർ ബിയും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ, അല്ലെങ്കിൽ വെക്ടർ എക്കും വെക്ടർ ബിക്കും പെർപെൻഡിക്കുലർ. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, ഈ കാണുന്ന ഞാൻ വരയ്ക്കുന്ന എയും ബിയും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, എക്കും ബിക്കും പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി ഇൻ ദ സെയിം പ്ലെയിൻ. ആ സെയിം പ്ലെയിനിലാവാൻ പറ്റില്ല. പിന്നെ എങ്ങോട്ട് വേണം? ഇസ് ഇറ്റ് അപ്വേർഡ്സ് ഓർ ഡൗൺവേർഡ്സ്? ഐ മീൻ അപ്വേർഡ്സ് ഇൻ ദ സെൻസ് ഇസ് ഇൻ ടു ദ പ്ലെയിൻ ഓർ ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ഉള്ളിലേക്കാണോ പുറത്തേക്കാണോ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? Is it inwards or outwards? Out എന്ന് പറയുന്നുണ്ട്, ഔട്ട് ഓഫ് ദ പ്ലെയിൻ എന്ന് പറയുന്നുണ്ട്. യെസ്, പലരുടെ ആൻസർ ഔട്ട് ആണ്. ഫൈൻ, ഡിപ്പെൻസ് ഓൺ ദ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഓക്കെ, ഫൈൻ. യെസ്, സോ എല്ലാവരും പറയുന്ന ആൻസർ ഔട്ട് ആണ്. എന്തുകൊണ്ട് ഔട്ട്? ആൻസറോട് ഓൾറെഡി വന്നിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ.
എന്തുകൊണ്ട് നിങ്ങൾ അത് ഔട്ട് എന്ന് പറയുന്നു? ഇൻവേർഡ്സ് എന്ന് പറഞ്ഞാലും എക്കും ബിക്കും പെർപെൻഡിക്കുലർ അല്ലേ? ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ അല്ലെങ്കിൽ പ്ലെയിൻ ഓഫ് ദ ബോർഡ് എന്ന് പറഞ്ഞാലും യെസ്. സോ അപ്പൊ അത് ഇൻ ആണോ ഔട്ട് ആണോ എന്ന് തീരുമാനിക്കുന്നത് എ ഫ്രം ബി. ഇറ്റ്സ് ബേസ്ഡ് ഓൺ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അതായത് നമ്മൾ നമ്മുടെ കയ്യിലെ ഫിംഗേഴ്സ്, റൈറ്റ് ഹാൻഡിന്റെ ഫിംഗേഴ്സ് വെക്ടർ എയുടെ ഡയറക്ഷനിൽ ഹോൾഡ് ചെയ്യുക. ഫിംഗേഴ്സ് എന്ന് പറയുമ്പോൾ തമ്പ് ഇൻക്ലൂഡഡ് അല്ല, ബാക്കിയുള്ള ഫിംഗേഴ്സ് വെക്ടർ എയുടെ ഡയറക്ഷനിൽ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ആ കാണുന്ന തമ്പ് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുക. ആ കാണുന്ന ഫിംഗേഴ്സ് എയിൽ നിന്ന് ബിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ രണ്ട് കേസ് ഉണ്ട്. എയിൽ നിന്ന് ബിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിൽ രണ്ട് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഏത് മാത്രമാണ്? ചെറിയ ആംഗിളിലൂടെ, ത്രൂ ദ സ്മോൾ ആംഗിൾ. ഓക്കെ, സോ ഹോൾഡ് ദ ഫിംഗേഴ്സ് ഓഫ് ദ റൈറ്റ് ഹാൻഡ് അലോങ് ദ ഡയറക്ഷൻ ഓഫ് എ ആൻഡ് കേൾ ദ ഫിംഗേഴ്സ് ഓർ റൊട്ടേറ്റ് ദ ഫിംഗേഴ്സ് ടുവേർഡ്സ് ബി. എയിൽ നിന്ന് ബിയിലേക്ക് നമ്മുടെ ഫിംഗേഴ്സ് മടക്കുക. അങ്ങനെ മടക്കുമ്പോൾ തമ്പ് എങ്ങോട്ട് നിൽക്കുന്നുവോ അതാണ് എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ. സോ ഈ കേസിൽ അങ്ങനെ മടക്കി കഴിഞ്ഞാൽ തമ്പ് ഏത് ഡയറക്ഷനിൽ നിൽക്കും? തമ്പ് നിൽക്കുന്ന ഡയറക്ഷൻ അത് ആക്ച്വലി അത് ഔട്ട്വേർഡ്സ് ആണ്. സോ ഔട്ട്വേർഡ്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഔട്ട് എന്ന് പറയുന്നത്. റെഡിയാണോ? ക്ലിയർ ആണോ? ഇനി ഈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഓക്കെ, ഇനി റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് സാധാരണ വരുത്താറുള്ള മിസ്റ്റേക്ക് നിങ്ങൾ റൈറ്റ് ഹാൻഡിന് പകരം ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യും. അതിന് കാരണം നിങ്ങൾക്ക് റൈറ്റ് ലെഫ്റ്റ് അറിയാത്തതുകൊണ്ടൊന്നുമല്ല. അതിന്റെ കാരണം വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അഭയ ഒരു പ്രാവശ്യം കൂടെ പറയുന്നുണ്ട്. ചെയ്യാം. സെക്കൻഡ്. യെസ്, സോ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, നിങ്ങൾ ഇതിൽ ചെയ്ത് വരുത്താറുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും മാറിപ്പോകുന്നതാണ്. അത് മാറിപ്പോകുന്നത് റൈറ്റിന് പകരം നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിന് കാരണം നിങ്ങൾക്ക് റൈറ്റ് ലെഫ്റ്റ് അറിയാത്തതല്ല. അതിന് കാരണം പലപ്പോഴും എക്സാം ഹാളിലോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും നിങ്ങൾ യൂഷ്വലി ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യണമെങ്കിൽ, ഇൻ മൈ ഒപ്പീനിയൻ, അത് നിങ്ങൾക്ക് മനസ്സിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം അല്ല. അല്ലെങ്കിൽ മനസ്സിൽ ചെയ്യുന്നതിനേക്കാളും ചെയ്യുമ്പോൾ തെറ്റാനുള്ള ചാൻസ് കൂടും. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ സ്വന്തം കൈ ഉപയോഗിച്ച് അത് ചെയ്താൽ മാത്രമേ നിങ്ങൾ അത് പഠിക്കുള്ളൂ. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് സ്വന്തം കൈ വെച്ച് അത് ചെയ്യണം. ഓക്കെ, അത് എക്സാം ഹാളിലാണെങ്കിലും നിങ്ങൾക്ക് പേപ്പറിൽ ഡയറക്ഷൻ നോക്കിയിട്ട് റൈറ്റ് ഹാൻഡ് വെച്ച് തിരിച്ച് അത് കണ്ടുപിടിക്കണം. അങ്ങനെ ചെയ്യാവൂ, അങ്ങനെ ചെയ്താലേ അത് കറക്റ്റ് ആയിട്ട് വരുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാവും, തെറ്റാനുള്ള ചാൻസും കൂടും. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് തെറ്റിക്കാറുള്ള ഒരു പ്രശ്നം റൈറ്റിന് പകരം ലെഫ്റ്റ് കയറി വരും. അതിന് കാരണം സാധാരണഗതിയിൽ യൂഷ്വലി മെജോറിറ്റി ആൾക്കാർ റൈറ്റ് ഹാൻഡേഴ്സ് ആവും. സോ റൈറ്റ് ഹാൻഡേഴ്സ് യൂഷ്വലി നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കൈ പേന കാണും. പേന ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു റിഫ്ലക്സ് ആണ് ആ പേന നിലത്ത് വെക്കാണ്ട് ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് വെക്കും. ഓക്കെ, സോ അതാണ് ആദ്യം വരുന്ന മിസ്റ്റേക്ക്. അപ്പൊ നിങ്ങൾക്ക് ആൻസർ ഇപ്പോൾ ചെയ്ത പോലെ കിട്ടുന്നില്ല എങ്കിൽ ആദ്യം ചെക്ക് ചെയ്യണം നിങ്ങൾ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ യൂസ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് റൈറ്റ് ലെഫ്റ്റ് അറിയാത്തതുകൊണ്ടല്ല, സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്ന റിഫ്ലക്സ് ആണ് റൈറ്റ് ഹാൻഡ് ഓക്യുപ്പൈഡ് ആണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് എടുത്ത് വെക്കും. സോ അതാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. പിന്നെ അതിന്റെ ഡയറക്ഷൻസും കാര്യങ്ങളൊന്നും ഒന്നും കൂടെ ഞാൻ പറയുന്നു. ഇപ്പൊ നോക്കിയേ, ഞാൻ ഒരു എക്സാമ്പിൾ കൂടെ തരാം. അഭയ് വേറൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. This is vector A. This is vector B. ഈ കേസിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഐ തിങ്ക് ഐ വിൽ ഡു വൺ തിങ്. ഏതായാലും നമ്മുടെ ടൈം കഴിയാറായിട്ടുണ്ട്. ഞാൻ എൻ്റെ വീഡിയോ ഓൺ ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? Can you see me? Yes. ശ്രദ്ധിക്കേ. Okay. All right. So all right. ഞാനൊരു കാര്യം ചെയ്യാം. സ്ക്രീൻ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്.
ശ്രദ്ധിക്കും. I hope you can see the screen. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? സാർ എന്ത് പറ്റി? ഇല്ല, ഞാൻ സ്ക്രീൻ ഷെയർ സ്റ്റോപ്പ് ചെയ്തതാണ്. ഞാൻ 1-2 സംഭവങ്ങൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ എടാ പിള്ളേരെ, ബോർഡ്, അതായത് ഞാൻ എഴുതിക്കൊണ്ടിരുന്ന ആ പാഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ വീഡിയോയില്? ഓൾറൈറ്റ് ഫൈൻ. സോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ശ്രദ്ധിക്ക്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇതിൽ എയും ബി ഒക്കെ മനസ്സിലാവുന്ന വിചാരിക്കുന്നു. സോ ആദ്യം ചെയ്യേണ്ടത് റൈറ്റ് ഹാൻഡ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തുക. വീഡിയോ കാണുമ്പോൾ ഓക്കെ, എനിക്കിത് ലെഫ്റ്റ് ആയിട്ടാണ് വരുന്നത്, അതൊരു ഇഷ്യൂ ആണ്. തൽക്കാലം ഇത് റൈറ്റ് ആണ്. ഓക്കെ, സോ റൈറ്റ് ഹാൻഡ് നിങ്ങൾ എയുടെ ഡയറക്ഷനിൽ പിടിക്കുക. ഈ കാണുന്നതാണ് എ, ഈ താഴേക്കുള്ളതാണ് ബി. സോ റൈറ്റ് ഹാൻഡ് എയുടെ ഡയറക്ഷൻ പിടിക്കുക. തമ്പ് അവിടെ നിൽക്കട്ടെ, തമ്പ് നിങ്ങൾ മടക്കി വെച്ചു. റൈറ്റ് ഹാൻഡ് എയുടെ ഡയറക്ഷനിൽ പിടിക്കുക എന്ന് പറയുമ്പോൾ ഇതാണ് എ. സോ ഇത് ഞാൻ റൈറ്റ് ഹാൻഡ് എയുടെ ഡയറക്ഷനിലാണ്. റൈറ്റ് ഹാൻഡിന്റെ ഫിംഗേഴ്സ് എയുടെ ഡയറക്ഷനിലാണ്. ഓക്കെ, അതെനിക്ക് ഇങ്ങനെ മാത്രമല്ല, ഇങ്ങനെ ഹോൾഡ് ചെയ്താലും ഫിംഗേഴ്സ് നോക്കിയ ഫിംഗർ എയുടെ ഡയറക്ഷനിലാണ്. ഞാൻ ഈ രീതിയിൽ എനിക്ക് എങ്ങനെ വേണമെങ്കിലും ഹോൾഡ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ ഡയറക്ഷൻ, അതായത് എയുടെ ഡയറക്ഷനിൽ ഹോൾഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ എനിക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. റെഡി? സോ അപ്പൊ ഞാനിതാ ഇങ്ങനെ ഹോൾഡ് ചെയ്താലും എയുടെ ഡയറക്ഷനിലാണ്. നെക്സ്റ്റ് ചെയ്യേണ്ടത് എയിൽ നിന്ന് ബിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എയിൽ നിന്ന് ബിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. സോ എയിൽ നിന്ന് ബിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പൊ നോക്കിയാൽ ഞാൻ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഫിംഗേഴ്സ് ഇങ്ങോട്ടാണ് മടങ്ങുന്നത്. ഇങ്ങോട്ട് മടങ്ങുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് അല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇത് എനിക്ക് എങ്ങനെ വേണമെങ്കിലും ഹോൾഡ് ചെയ്യാം. അപ്പൊ ഞാൻ ഇങ്ങനെ പിടിക്കുന്നു. ഇങ്ങനെ പിടിച്ച് മടക്കുമ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്കാണ് വരുന്നത്. ഉള്ളിലേക്കല്ല ബി താഴേക്കാ. അപ്പൊ ഞാൻ എന്താ ഇങ്ങനെ ഹോൾഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പില് നമ്മൾ എയുടെ ഡയറക്ഷനിൽ പിടിക്കുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ എയിൽ നിന്ന് ബിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ അത് എയിൽ നിന്ന് ബിയിലേക്ക് അല്ല എങ്കിൽ നിങ്ങൾ ആദ്യം ഹോൾഡ് ചെയ്ത പൊസിഷൻ റീഅറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ അത് മാറ്റണം, റീഓർഗനൈസ് ചെയ്യണം. റെഡിയാണോ? സോ ഇപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് ഞാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്റെ തമ്പ് ഉള്ളിലേക്കായിട്ടുണ്ടാവും. സോ ഇതിന്റെ ആൻസർ എങ്ങനെ വരും? ഇതിന്റെ ആൻസർ ഇതാ ഈ രീതിയിൽ വരും, ഇൻവേർട്സ്. ഇനി അടുത്തൊരു കേസ്, ഇത് വെക്റ്റർ ഞാൻ കാണിക്കാം. ഇതാണ് വെക്റ്റർ എയും വെക്റ്റർ ബിയും. ഓക്കെ, വെക്റ്റർ എയും വെക്റ്റർ ബിയും നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഈ കാണുന്ന ഡയറക്ഷനിലാണ് വെക്റ്റർ എ. വെക്റ്റർ ബി ഉള്ളിലേക്കാണ്. നിങ്ങളെ ചാറ്റ് ഞാൻ നോക്കാം, അവിടെ നിൽക്കുന്നുണ്ട്. റോബിൻ പറയുന്നത് ഇസ് ദിസ് ദ കേസ് വിത്ത് എ ക്രോസ്. നമ്മൾ തൽക്കാലം എ ക്രോസ് ബിന്റെ ഡയറക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബി ക്രോസ് എ ഇതേ സ്റ്റെപ്സ് ബി ആദ്യം ചൂസ് ചെയ്യണം. ആദ്യം ബിയുടെ ഡയറക്ഷൻ പിടിക്കുക, എന്നിട്ട് എയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. സോ അതാണ് വേണ്ടത്. സോ ഇപ്പൊ നോക്കിയേ, നമ്മൾ എയുടെ ഡയറക്ഷനിൽ ഹോൾഡ് ചെയ്യുന്നു. ഇങ്ങനെ പിടിച്ചിട്ട് ഇത് മടക്കി കഴിഞ്ഞത് താഴേക്കല്ല, അതിന് ബി താഴേക്കല്ല, ബി ഡൗൺവേർഡ്സ് അല്ല, ബി ഇൻവേർഡ്സ് ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ പിടിച്ചാൽ പോരാ, പിന്നെ പിടിക്കണം. എങ്ങനെ പിടിക്കണം? ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. അല്ല, ഇങ്ങനെ പിടിച്ച് റൊട്ടേറ്റ് ചെയ്തത് മുകളിലേക്കാണ്, ബി മുകളിലേക്കും അല്ല. ഓക്കെ, സോ ബി ഇൻവേർഡ്സ് ആണെങ്കിൽ നമ്മൾ കൈ ഇതാ ഇങ്ങനെ പിടിക്കണം. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കൈ ഇതാ ഈ രീതിയിൽ പിടിക്കണം. കൈ ഇങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾ ആ ഫിംഗേഴ്സ്, റൈറ്റ് ഹാൻഡ് ഫിംഗേഴ്സ് നോക്ക്, റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എങ്ങോട്ടാ വരുന്നത്? ബിയുടെ ഡയറക്ഷൻ ബി ഉള്ളിലേക്കാണ്. ബിയിലേക്ക് വരുമ്പോൾ തമ്പ് എങ്ങോട്ട് വരും? തമ്പ് മുകളിലേക്ക് വരും. എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രോസ് ബിയുടെ ഡയറക്ഷൻ ഈ രീതിയിലാണ് ക്രോസ് ബിയുടെ ഡയറക്ഷൻ വരുന്നത്. റെഡിയാണോ? സോ യെസ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ കേസും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ഒരു സജഷൻ, നിങ്ങളത് ചെയ്ത് തന്നെ പഠിക്കണം. കൈ ഉപയോഗിച്ച് ചെയ്ത് തന്നെ പഠിക്കണം. അല്ലാണ്ട് നമ്മളത് എയും ബിയും നോക്കിയിട്ട് മനസ്സിലാക്കാം എന്ന് വിചാരിച്ചാൽ അത് കൂടുതൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കും, തെറ്റാനുള്ള ചാൻസും കൂടും. ഓക്കെ, സോ എൻ്റെ എന്താ പറയാ, നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്ത് തന്നെ പഠിക്കണം.